شمس ضحى نور ولكن نورها يحول وما نور الحبيب يحول صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. أنا മുമ്പത്തെ തഖ്മീസ് നോക്ക്. വൈന്ദ തുലൂഇൻ റദ്ദ ശംസൻ ളുഹൂറഹ. വൈന്ദ തുലൂഇൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ ജനിച്ചപ്പോൾ, തങ്ങളെ തുലൂഓടുകൂടി റദ്ദ ശംസൻ, ഷംസിനെ മടക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഷംസ് പ്രകാശമില്ലാത്തതായി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മികക്കുന്ന സാധനം വന്നാൽ ഷംസൻ എന്ന് പറഞ്ഞതിൻ്റെ ബദലാണ് ഇത് ളുഹൂറഹ. അതായത് ഷംസിൻ്റെ ളുഹൂറ് വേണ്ട. ഫലമ്മാ റആഹു ശംസു ഹാറാലി ഹുസ്നിഹി, ആ ഇതിലില്ല ഷറഫലനാമില്ല. വബഅദ ഖുറൂബിൻ്റെ ശേഷം റദ്ദഹ, എന്താക്കി? അതിനെ മടക്കി. അത് മുമ്പ് ഒരു സഹാബിക്ക് മടക്കി കൊടുത്ത കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ മൗലിദിലുണ്ടല്ലോ, മങ്കൂസിലി റുദ്ദത്ത് ബിഗൈരി തറദ്ദുദീൻ. ഇനി അനാറ ദുജൻ, ഒരു തരം ഇരുട്ടിനെ പ്രകാശിപ്പിച്ചു. ഏതത് ഇരുട്ട്? മഅനവിയ ഇരുട്ടാ ഉദ്ദേശിക്കുന്നു. രാത്രി കൽബിൻ്റെ ഹിസ്ട്രിയിലായ ഇരുട്ട് എന്ന് പറഞ്ഞാൽ സൂര്യനോ പ്രകാശങ്ങളോ ഇല്ലാത്ത അവസ്ഥക്കല്ലേ ഇരുട്ട് എന്ന് പറയല്. ഇത് മഅനവി, ഇൽമോ ഇല്ല, ഹിക്മത്തോ ഇല്ല, ഒന്നുമില്ലാതെ കണ്ട്, ഈമാനില്ലാതെ കണ്ട് കൽബിൽ ഇരുട്ടായി. അത് സൂര്യൻ ഉദിച്ചുകൊണ്ട് എന്താവൂല, അത് തെളിയൂല. അതാണ് അനാറ ദുജൻ, ഒരു തരം ഇരുട്ടിനെ പ്രകാശിപ്പിച്ചു. ആ ദുജന്റെ സിഫത്താണ് കാനല്ലുഹാ ലയ്യനൂറഹ, ദുഹാ വക്കത്ത് അതിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടില്ല. സൂര്യൻ ഉദിച്ചത് കൊണ്ട് ആ കൽബിലെ ഇരുട്ട് പോവില്ല. സൂര്യനെ കൊണ്ട് പോവാത്ത ഇരുട്ടിനെ എന്താക്കി? തങ്ങൾ പ്രകാശിപ്പിച്ചു. അത് മാനവീയ ഇരുട്ട് കൊടുത്ത്. ഇനി നൂറുൻ, ലുഹാവക്കത്തിലുള്ള ഷംസിന്റെ നൂറുണ്ട്. പക്ഷേ വലാക്കിന്റെ നൂറഹ യഹൂലു, അതിന്റെ നൂറ്, ഷംസിന്റെ നൂറ് അത് മങ്ങലുണ്ട്, അസ്തമിച്ചിട്ട്. എന്നാൽ വമാ നൂറുൽ ഹബീബി യഹൂലു, ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഒരിക്കലും മാറ്റം പറ്റില്ല. نوعنا تمحصا له معجزات أعجزت أن تفحصا ليمناه آيات بها سبح الحصى وتبرئ مرضى يسيل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. به തങ്ങളെ കൊണ്ട് അൽ ഹഖു വൽ ബുർഹാനു ബാനാൻ, ഹക്കും ബുർഹാൻ എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ തെളിവുകൾ. ആ തെളിവ് പറഞ്ഞാൽ എന്താക്കും? അക്കലും നക്കലും സമ്മതിക്കും. അതെല്ലാം ബാനാ വെളിപ്പെട്ടു. അവൻ ബാനാന്റെ തസ്നിയന്റെ അലിഫാണ്. ഹസാന്റെ അലിഫൻ തസ്നിയ തന്നെ, അത് തെളിഞ്ഞു വന്നു. ഏതുപോലെ കമൽ ഫിസ്കു വൽബുഹ്താനും, ഫിസ്കും കളവും എല്ലാം തമഹസ അന്ന, അവിടെ തമഹസ തസ്നിയ നമ്മളെ തൊട്ട് അദൂരീകരിക്കപ്പെട്ടു. ലഹു മുഅ്ജിസാത്തുൻ, തങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസാത്തുകളുണ്ട്. എങ്ങനത്തെ മുഅ്ജിസാത്ത്? അഅജസത്
അത് നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഴുവനും പരിശോധിച്ച് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന തൊട്ടിട്ട് ലഹു മുജ്ദാത്തുൻ തജൂസുൽ അൽഫ അദ്ദ തഫൂഖുൽ ബിഹാറ കസ്റതൻ വമദ്ദ. ബഹറിലുള്ള തിരമാലയേക്കാളും ഏൽക്കുന്ന മുഅ്ജിസാത്തുകൾ തങ്ങളെ വക്കുന്ന പ്രകടമായിട്ടുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂല. റെക്കോർഡ് ചെയ്തത് തന്നെ എത്ര പാടുണ്ട്. എന്നിട്ട് അതിൽപ്പെട്ട കൊച്ച പറയുന്നത് ലിയുംനാഹു ആയാത്തുൻ, തങ്ങളുടെ വലത്തെ കൈക്ക്, യുംന എന്ന് പറഞ്ഞാൽ യദുൽ യുംന എന്ന വലത്തെ കൈക്കുണ്ട്, ആയാത്തുൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, മുഅ്ജിസാത്തുകളുണ്ട്. അതിലിപ്പോൾ 3 പറയുന്നുള്ളൂ. ഒന്ന് ബിഹാ എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ വെച്ചിട്ട് സബ്ബഹൽ ഹസ ചരലി തസ്ബീഹ് ചൊല്ലി. 2 വതുബരി ഉമർല രോഗികളെ സുഖപ്പെടുത്തലുണ്ട്. ഉപരിയുല്ലക്മഹ എന്ന് പറഞ്ഞ മാതിരി. വസ്സുലാലു യസീലു ശുദ്ധജലം ഒഴുകലും ഉണ്ട്. അപ്പം 3 പറഞ്ഞു. ശുദ്ധജലം ഒഴുകി എത്രയോ മങ്കെട്ട് ആ തവാത്തിലുണ്ട് ഹദ്ദത്തിന്ന് കളിയാന്ന് പറഞ്ഞത്. നിഷേധിച്ച കുപ്പുറവരെ പേടിക്കുന്നുണ്ട്. അപ്പൊ സബ്ബഹൽ ഹസ ആ തസ്ബീഹ് നോക്കാം. അത് റിപ്പോർട്ട് ഹദ്ദസന മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ അൽ ഹസൻ എന്നാണ് മൂപ്പർ ആദ്യം തുടങ്ങുന്ന ഷെയ്ഖ് ഉണ്ടാ. എന്നിട്ടോ അവസാനിക്കുന്ന ഖാല ഹദ്ദസന എന്ന് തുടങ്ങിയിട്ട് അബൂ ദർദിൽ ഖിഫാരിയിലേക്ക് അവസാനിക്കും. സനദ് അൻ അബീ ദർദിൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ഖാല ഇന്നി ലശാഹിദുൻ ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹൽഖത്തിൻ. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാൻ ഹാജരുണ്ടായിരുന്നു. വഫീ യദിഹി തങ്ങളെ കയ്യിലുണ്ട് ഹശയാത്തുൻ കുറെ ചരൽക്കല്ലുകൾ. ഫസബ്ബഹന ഫീ യദിഹി തങ്ങളെ കയ്യിൽ വെച്ച് അത് തസ്ബീഹ് ചൊല്ലി. വഫീന നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി. അപ്പോൾ 4 ഖുലഫാവുണ്ട്. എന്നിട്ടോ യസ്മഉ തസ്ബീഹഹുന്ന മൻ ഫിൽ ഹൽഖ, ആ ഹൽക്കയിലുള്ള എല്ലാവരും ഈ കല്ലുകളുടെ തസ്ബീഹിനെ കേൾക്കുമായിരുന്നു. എന്നിട്ടോ സുമ്മ ദഫഅഹുന്ന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബീ ബക്കർ. എന്നിട്ടോ ഈ കല്ല് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യിലേക്ക് കൊടുത്തു. ഫസബ്ബഹന മഅ അബീ ബക്കർ, അബൂബക്കർ തങ്ങളെ കൈമന്നും തസ്ബീഹ് ചൊല്ലി. യസ്മഉ തസ്ബീഹഹുന്ന മൻ ഫിൽ ഹൽഖ, അവിടെ സദസ്സിലുള്ള എല്ലാവരും കേൾക്കും. സുമ്മ ദഫഅഹുന്ന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത് ഫസബ്ബഹന ഫീ യദിഹി അവരുടെ കയ്യിലും തസ്ബീഹ് ചൊല്ലി. യസ്മഉ തസ്ബീഹഹുന്ന മൻ ഫിൽ ഹൽഖ, ഹൽക്കയിലുള്ള എല്ലാവരും കേട്ടു. സുമ്മ ദഫഅഹുന്ന ഇലാ ഉസ്മാൻ, പിന്നെ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തപ്പോൾ ഫസബ്ബഹന ഫീ യദിഹി. സുമ്മ ദഫഅഹുന്ന ഇലൈന, പിന്നെ നമുക്ക് തന്നു. അപ്പോൾ അലിയാർ തങ്ങൾക്ക് കൊടുത്ത വിഷയം ഈ റിപ്പോർട്ടിൽ കണ്ടില്ല. എന്നാലോ ഫലം യുസബ്ബിഹന മഅഹദിമിന്റെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലിയിട്ടില്ല. അപ്പം ആ 4 ഖുസൂസിയത്തുണ്ടല്ലോ. ഇനി തന്നെ അബീദന് കുന്നാ ജുലൂസൻ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ഹസയാത്തിൻ ഫീ കഫിഹി ഫസബ്ബഹന. ഇത് തന്നെ അതേ റിവായത്ത് തന്നെ അബൂ ദർദിൽ ഖിഫാരി അത് തസ്ബീഹ് ചൊല്ലി. സുമ്മ വളഅഹുന്ന ഫിൽ അർളി, പിന്നെ ഭൂമിയിൽ വെച്ചപ്പോൾ ഫസഖത്തിന അത് പിന്നെ മുണ്ടുന്നില്ല. സുമ്മ അഖദഹുന്ന, പിന്നെ തങ്ങളെടുത്തപ്പോൾ ഫസബ്ബഹന തസ്ബീഹ് ചൊല്ലി. അപ്പോൾ ഒന്നാമത്തെ റിവായത്തിൽ ആൾ കൈമാറി കൊടുത്തു എന്നായിപ്പോൾ ഉള്ളത്. രണ്ടാമത്തേൽ ഭൂമിയിൽ വെച്ചു എന്നുള്ളത്. ഇനി ഇത് തന്നെ കുറച്ച് വിസ്താരമായിട്ട് അവിടെ ഉണ്ട്, സീറത്തുൻ നബവിയിലുണ്ട്. കൊടുത്തിട്ടില്ല. ആ രണ്ടാം
അത് പ്രത്യേകം ബാബായി തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേക ബാബ. ومن معجزاته صلى الله عليه وسلم تسبيح الحصى في كفه صلى الله عليه وسلم. തങ്ങളുടെ കഫിൽ ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലിയത് പ്രത്യേകമായ ഒരു മുഅ്ജിസത്താണ്. വഹദീസുഹു ഖദ് ഇസ്തഹറ, അതിൻ്റെ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. വറവാഹു കസീറുൻ മിൻ അഹ്ലി സുനനി, ഹദീസിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻഹുമുൽ ബൈഹഖിയ്യു വൽ ബസ്സാറു വത്തബ്റാനി വബിൻ അശാക്കിർ, ഇതെല്ലാം റിപ്പോർട്ട്. ആരെ തൊട്ടാണ്? മിൻ ഹദീസ് അബീ ദർദ്, അബൂ ദർ ഗിഫാരി ഇപ്പം പറഞ്ഞു. ഇനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സഹാബി ഒന്നും കൂടെ മാറി. ഫഫീ റിവായത്തിൻ അൻ അബീ ദർദ് റളിയല്ലാഹു അൻഹു ഖാല കുൻതു അതതബ്ബഉ ഖലവാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഞാൻ എന്താക്കും? തേടി പിടിക്കും. എന്നാൽ കുറച്ച് നീണ്ട് സംസാരിക്കാൻ ആളെ നിലക്ക്. അങ്ങനെ ഫറഅയ്തുഹു യൗമൻ ഖാലിയൻ, ഒരു ദിവസം ഒടിഞ്ഞു കിട്ടി. ഫഖതനംതു ഖൽവതഹു, ആ ഖൽവത്തിനെ ഞാൻ എന്താക്കി? ശരിക്കും ഗനീമത്തടിച്ചു. ഫഅതൈതുഹു, അങ്ങനെ തങ്ങളടുക്കലേക്ക് പോയി. വഹുവ ജാലിസുൻ ലൈസ ഇൻദഹു അഹദുൻ മിനൻ നാസ്, ആരും ഒന്നിച്ചില്ല. വകഅന്നി അറാ അന്നഹു ഫീ വഹയ്യിൻ, ഞാൻ മനസ്സിലാക്കുന്നത് വഹയ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ഫസല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ അലൈയ സലാം, എനിക്ക് സലാം മടക്കി. സുമ്മ ഖാല മാ ജാഅ ബിക, എന്താ അബൂ ദർറെ വന്നത്? ഖുൽതു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ അയ്ഹുബ്ബുഹുമാ, അല്ലാഹുവിനോടും റസൂലിനോടുള്ള ഹുബ്ബാണ് എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത്. ഫഅമറനി അൻ അജ്ലിസ്, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഫജലസ്തു ഇലാ ജംബിഹി, ഞാൻ തങ്ങളുടെ ഭാഗത്തിരുന്ന്. ലാ അസ്അലു അൻ ഷൈഇൻ, ഒന്നും തങ്ങളോട് ചോദിച്ചിട്ടില്ല. വലാ യദ്കുറുഹു ലി, തങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഫമകസ്തു ഗൈറ കസീർ, കൂടുതലൊന്നും താമസിച്ചില്ല, കുറച്ച്. ഫജാഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പോൾ ആ സംഭവത്തിലെ യംസി മുസ്ലിയാൻ സ്പീഡിൽ നടന്നുകൊണ്ടാ വന്നത്. ഫസല്ലമ അലൈഹി, തങ്ങൾക്ക് സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹി സലാം, തങ്ങൾക്ക് സലാം മടക്കി. സുമ്മ ഖാല മാ ജാഅ ബിക, അബൂബക്കർ എന്താ ഇവിടെ എത്തിയത്? ഖാല അല്ലാഹു റസൂലുഹു, നേരത്തെ വന്ന അതേ മറുപടി, അല്ലാഹു റസൂലുമാണ് എന്നെ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിച്ചത്. ഫഅശാറ ബിയദിഹി അൻ ഇജ്ലിസ്, ഇരിക്കാൻ വേണ്ടി കൈ കൊണ്ട് ഇശാറത്താക്കി. فجلس إلى ربوة مقابلا للنبي صلى الله عليه وسلم, തങ്ങൾക്ക് അഭിമുഖമായിട്ട് ഒരു മണ്ണിൻ്റെ പൊന്തുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയുണ്ട്. അതാ മൂന്നാമത് വരുന്നു. സുമ്മ ജാഅ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഫഫഅല മിസ്ല ദാലിക, പ്രകാരം തന്നെ ചെയ്തു. വഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല ദാലിക, എന്നോട് പറഞ്ഞതുപോലെ അവിടെയും പറഞ്ഞു. وجلس إلى جنب أبي بكر ثم جاء عثمان كذلك وجلس إلى جنب عمر. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മുപ്പറന്താക്കി. നാലാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ അലിതങ്ങൾ എണ്ണീറ്റില്ല, കൈമാറ്റം ചെയ്തതിലും അലിതങ്ങൾ എണ്ണീറ്റില്ല. അതിനെപ്പറ്റി മുപ്പർ പറയും. സുമ്മ ഖബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസയാത്തിൻ സബഇൻ ഔ തുസ്ഇൻ, 7 or 9 ചരൽക്കല്ലുകൾ തങ്ങൾ കയ്യിൽ പിടിച്ചു. ഔ മാ ഖർബ മിൻ ദാലിക, അല്ലെങ്കിൽ അതിനോട് അടുത്തൊരു സംഖ്യ. ഫസബ്ബഹ ഫീ യദിഹി, തങ്ങളെ കയ്യിൽ വെച്ച് തസ്ബീഹ് ചൊല്ലി. ഹത്താ സമിഅ ലഹുന്ന ഹനീനുൻ കഹനീനിൻ നഹൽ, ഈ തേനീച്ചൻ്റെ കൂട്ടത്തിനോടൊപ്പം ഇങ്ങനെ മുളക്കം കേൾക്കുമല്ല, ഒരു ശബ്ദം എന്നതുപോലെ അതിൻ്റെ ശബ്ദം കേട്ടു. ഫീ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കയ്യിൽ വെച്ചിട്ട്. സുമ്മ വദഅഹുന്ന ബിൽ അർളി, പിന്നെ ഭൂമിയിൽ വെച്ചെന്നാ പറയുന്നത്, കൈമാറിയത്. അതിനെപ്പറ്റി നമ്മൾ ഇമാമ് പറയും. ഫഹറസഹന, അപ്പം ഒന്നും കൊണ്ടുന്നില്ല,
തസ്ബീഹില്ല. സുമ്മ അഖദഹുന്ന, പിന്നെ അതെടുത്തിട്ട് വനാവലഹുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ഫസബ്ബഹന ഫീ കഫി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തസ്ബീഹ് ചെയ്തു. ഹത്താ സുമിഅ ലഹുന്ന ഹനീനുൻ കഹനീനിൻ നഹ്ലി, തേനീച്ചന്റെ ശബ്ദം പോലത്തത്. സുമ്മ അഖദഹുന്ന മിന്നു ഫവളഅഹുന്ന ഫിൽ അർദി, ഓരോട് വാങ്ങിയിട്ട് വീണ്ടും ഭൂമിയിൽ വെച്ചു. ഫഖറസിന, അത് പിന്നെ കൊണ്ടുന്നില്ല. സുമ്മ തനാവലഹുന്ന, പിന്നെ അതെടുത്തിട്ട് വനാവലഹുന്ന ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഫസബ്ബഹന ഫീ കഫിഹി, അതും ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലും തസ്ബീഹ് ചൊല്ലി. കമാ സബ്ബഹ ഫീ കഫി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹത്താ സുമിഅ ലഹുന്ന ഹനീനുൻ കഹനീനിൻ നഹ്ലി, അത് പറഞ്ഞാലോ. സുമ്മ അഖദഹുന്ന മിന്നു ഫവളഅഹുന്ന ഫിൽ അർദി, അവരോട് വാങ്ങിയിട്ട് ഭൂമിയിൽ വെച്ചപ്പോൾ ഫഖറസിന. സുമ്മ തനാവലഹുന്ന മിനൽ അർളി വനാവലഹുന്ന ഉസ്മാൻ തങ്ങൾ കൊടുത്തു. ഫസബ്ബഹന ഫീ കഫി കനഹവി മാ സബ്ബഹന ഫീ കഫി അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹു. വഫീ റിവായത്തിൻ ഹത്താ സുമിഅ ലഹുന്ന ഹനീനുൻ കഹനീനിൻ നഹ്ലി. സുമ്മ അഖദഹുന്ന, പിന്നെ വാങ്ങിയിട്ട് ഫവഅല്ലഹുന്ന ഫിൽ അർളി, ഭൂമിയിൽ വെച്ച് ഫഖറസിന, അത് കൊണ്ടുന്നില്ല. സുമ്മ ദഫഅഹുന്ന ഇലൈന, പിന്നെ നമ്മൾക്ക് തന്നു. അപ്പം ഇത്രയും മുമ്പ് ചുരുക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഫലം യുസബ്ബിഹന മാ വാഹിദീൻ, നമ്മളെ ഈ അപ്പം ഇവിടെയും അലിയാർ തങ്ങൾ എണ്ണിട്ടാണെന്നില്ലേ. അതിനെപ്പറ്റി മൂപ്പർ സാരിഹി നമ്മളെ ഇമാമ് മറുപടി പറയും. അത് ഒന്നാമതൊരു മറുപടി, ഇത് തുടക്കത്തിലാണ് അബൂദർ റിപ്പോർട്ട് ചെയ്യുന്നത്. സമയം കഴിയുന്നവർ സഹാബാക്കളുടെ എണ്ണം കൂടിയിരുന്നു. അല്ലെങ്കിൽ അത് ഒരവസരം, അല്ലെങ്കിൽ ഇതിൽ മറ്റൊരവസരം, ഈ തഅദ്ദുദുൽ വാഖിയത്തുണ്ടെന്നാണ് മറ്റൊരു മറുപടി പറയുന്നുണ്ട്. പിന്നെ വഫീ റിവായത്തി അനസ്, ഇതാരെന്നാണ് ഇപ്പം പറഞ്ഞത്? അബൂദർ ഗിഫാരി. അനസ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ സുമ്മ വളഅഹുന്ന ഫീ ഐദീനാ റജുലൻ എന്നാണ്. നമ്മളെ കൈമേൽ ഓരോരുത്തർക്കും മാറി മാറി തന്നു. എന്നാലോ ഫമാ സബ്ബഹത ഹസാത്തും മിൻഹുന്ന, അതിൽപ്പെട്ടൊന്നും തസ്ബീഹ് ചൊല്ലിയിട്ടില്ല. അപ്പൊ വസ്തുഷ്കില ഖൗലുഹു സുമ്മ വളഅഹുന്ന ഫീ ഐദീനാ എന്ന് പറഞ്ഞില്ലേ, നമ്മളെ കൈമേലെത്താന്ന്. എന്താ? ബിഅന്നമാ തഖദ്ദമ യഖ്തദി അന്നഹു ലം യഹ്ലുർ ഗൈറു അബൂബക്കർ വഉമർ വഅബീദർ. ഞാൻ തുടക്കത്തിൽ നോക്കിയാൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അബൂദർ ഇവരേ ഉള്ളൂ. അലിയാർ തങ്ങളെ പേര് അതിലില്ല. പിന്നെ വഉജീബ, അതാ ബിഅന്നഹു യഹ്തമിലു തകദ്ദുറുൽ ഖിസ്സ, ഈ ഖിസ്സ ഒന്നിലധികം തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് വെക്കുക. ആ അന്നമാ തഖദ്ദമ ബിഇതിബാരി അവ്വലിൽ അംരി, അല്ലെങ്കിലോ സംഭവത്തിന്റെ തുടക്കമാണ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദർ റളിയല്ലാഹു അൻഹു. സുമ്മ ഹളറ ജമാഅത്തുൻ മിന സ്വഹാബ, മിന്നും അനസ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. ആദ്യത്തിൽ അനസ് പറഞ്ഞില്ലല്ലോ. ഖുസൂസൻ, പ്രത്യേകിച്ചും വഖദ് കാന ഖാദിമൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഖാദിമമാണ്. ഫതഖില്ലു മുഫാറഖതുഹു ലഹു, അനസ് റളിയല്ലാഹു അൻഹു ഇല്ലാണ്ടിക്കൽ വളരെ അപൂർവമാണ്. അപ്പം എപ്പോഴുള്ളാടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ലേ? ഇനി വലം യുദ്കർ അലിയുൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ലിഅന്നഹു ലം യകുൻ ഹാദിറൻ മഅഹു ഫീ ദാലിക്കൽ മജ്ലിസ്, ആ മജ്ലിസിൽ ഹാജരുണ്ടായിരുന്നില്ല. വദാലിക ലാ യശീലു മഖാമഹു റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് ആ മജ്ലിസിൽ അലി റളിയല്ലാഹു അൻഹു എത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ സ്ഥാനത്തിന് ഒരു കോട്ടവും വരുത്തുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് പല അസൗകര്യങ്ങൾ ഉണ്ടാവാമല്ലോ. മഅമാലഹു മിനൽ മനാഖിബ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. വലൗ കാന ഹാദിറൽ അസബ്ബഹതി ഫീ കഫിഹി ഖത്അൻ, അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തസ്ബീഹ് ചെല്ലൽ ഉറപ്പ് തന്നെയാണ്. അത് നീന്താ. അപ്പം അത് അതേ ഹദീസ് തന്നെ കുറച്ചും കൂടെ വിശദീകരിച്ചിട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. ഇനി രണ്ട്, രോഗികളെ സുഖപ്പെടുത്തും അല്ലേ. മൂന്നാമത് വസ്സുലാല് യസീലും, അതെത്രയോ കേട്ടതാണ്, അത് ഇനി വായിക്കൊണ്ടൊന്നും ഇല്ലല്ലോ. ഇനി
شفى وصله من قلبي صب جريحه وكان له من كل كرب مريحه فطوبى لكم يا سامعين صالحه ليهنئكم يا زائرين ضريحه ثوابكم عند الجليل جزيل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ശഫാ വസുലുഹു തങ്ങളുടെ വസല് വിസാല് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മുഹിബും മഹബൂബും തമ്മിലുള്ള അവസാനത്തെ ഘട്ടമാണിത് വസല്. ആദ്യം എന്താക്കും? മഹബത്ത് വെക്കും, പക്ഷെ ചേരണമെന്നില്ല. പിന്നെ കാണാൻ വേണ്ടി ഷൗക്ക് വെക്കും, കിട്ടിയാലേ അത് എപ്പോഴും മനസ്സിൽ തോന്നിയിട്ട് അവിടെ നിന്ന് എന്താക്കും? അത് കൂടിയിട്ട് ഇഷ്ടാവും. അങ്ങനെ പോയിട്ട് എന്താക്കല്ല വസലാകലാണ്. വജുദ് അതിനിടയ്ക്ക് ഉണ്ടാവും. പിന്നെ വസല് കഴിഞ്ഞാൽ പിന്നെ ഉത്സവം ഉണ്ടാകില്ല. പിന്നെ ലോകമൊന്നും ഓർമ്മയില്ലാത്ത അതിൽ തന്നെ അങ്ങോട്ട് കഴിഞ്ഞോളൂ. അപ്പോൾ ആ വസല് ശിഫയാക്കി. എന്തിൽ നിന്ന്? മീൻ കൽബി സബ്ബിൻ, ഒരു മുഹിബിൻ്റെ കൽബിൽ നിന്ന് ജരീഹു, അതിൻ്റെ മുറി. അപ്പോൾ ഷഫാൻ്റെ ഫായിലാണേത് വസല്, മഫ്ഊലാണേത് ജരീഹു. ആ ജരീഹ എവിടെയുള്ളത്? മീൻ കൽബി സബ്ബിൻ. സബ്ബുക്കും വല്ലാഹി ലം യഖ്ബി എന്ന് പറഞ്ഞില്ലേ? മുഹിബിൻ്റെ കൽബിലുള്ള മുറിവിനെന്താക്കി? മാറ്റി വസലങ്ങനെ ശിഫയാക്കി കൊടുത്തു. വകാന ലഹു, ആ സബ്ബിന് ആ വസലായി മിൻ കുല്ലി കർബിൻ, എല്ലാ കർബിനെ തൊട്ടും മുരീഹു. അതാ കാന റാഹത്താക്കുന്നത്, അറാഹ യുരീഹു റാഹത്താക്കുന്നതായി. പിന്നെ ഇത് കാനല്ലേ മുരീഹു, കാനന്റെ അതെ മുരീഹായി. കാനന്റെ ഖബർ. ഇനി ഫതൂബാലക്കും, നിങ്ങൾക്കാണ് എല്ലാ മംഗളവും. ആരോടാ പറയുന്നത്? യാ സാമിഈന സദീഹു, തങ്ങളുടെ വ്യക്തമായ ഹദീസുകൾ കേൾക്കുന്നവർ. ഒന്നുകിൽ വാസിത്യയോടുകൂടി കേൾക്കും, അല്ലെങ്കിൽ വാസിത്യം ഇല്ലാണ്ടും കേൾക്കാം. വാസിത്യം ഇല്ലാണ്ട് അസഹാന്മാർ കേട്ടല്ലോ. കേട്ട പറവക്കിൽ നിന്ന് കേൾക്കലാന്ന് ഏത് വാസിത്യയോടുകൂടിയുള്ളത്. ഇനി കശ്ഫ് കൊണ്ട് കേൾക്കലുണ്ട്, അവിടെയും വാസിത്യം ഉണ്ടാവില്ല. അപ്പം എങ്ങനെ കേട്ടാലും ശരി നിങ്ങൾക്കാണ് സന്തോഷം. അപ്പം മുഹദ്ദിസീങ്ങളോട് ഹദീസ് കൊണ്ട് ചൊല്ലാവുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണത്. ലിയഹ്ലിക്കും, നിങ്ങളെ സന്തോഷത്തിലാക്കട്ടെ. ഇത് യാ സായിരീന, സിയാറത്ത് ചെയ്യുന്നവരെ, എന്തിൻ്റെ? ദരീഹു, തങ്ങളുടെ റൗള ഷരീഫിനെ, ദരീഹിനെ സിയാറത്ത് ചെയ്യുന്നവരെ നിങ്ങളെ സന്തോഷത്തിലാക്കട്ടെ. എന്താണ്? സവാബുക്കും ജസീലുൻ, നിങ്ങളുടെ സവാബ് വമ്പിച്ചതാണ്. ആരെടുക്കൽ? ഇൻദൽ ജലീൽ, ജലീലായ അള്ളാഹിനടുക്കൽ നിങ്ങൾക്കുള്ള സവാബ് വമ്പിച്ചതാണ്. അത് നിങ്ങളെന്താക്കട്ടെ? സന്തോഷത്തിലാക്കട്ടെ. അപ്പൊ സിയാറത്തിന്റെ മഹത്വം പറഞ്ഞു. ഇനി إليكم تصرفت بأن لكم لقياه في الخلد زخرفت مقاديركم عند الورى قد تشرفت لكم أصبحت جنات عدن تزخرفت فظل بها إذ زرتم ظليل صلاة وتسليم
وأزكى تحياتي على المصطفى المختار بخير البريات. മവാഇദുഹു, അവരുടെ മവായിദ്, ഹൂന്നല്ല പറഞ്ഞത്, അത് ലമീർ ഉസ്താദ് മടക്കിയത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൻ്റെ വാദ് ഹക്കുൻ. എന്നിട്ടോ തസറഫത്ത് ഇലൈക്കും, അത് നിങ്ങളിലേക്ക് എന്താക്കി വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു വന്നിട്ടുണ്ട്. എന്നുവെച്ചാലോ, ഇന്നത് ചെയ്താൽ ഇന്ന സവാബ്, ഇന്നത് ചെയ്താൽ ഇന്ന സവാബ് പരലോകത്ത് ഒരുക്കി വെക്കപ്പെട്ട, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വഅദാണ്. അത് ഹക്കാണ്. എന്താ ബി അന്നലക്കും ലുഖിയാഹു ഫിൽ ഖുൽദി, അതാണ്. അതാ ആഖിറത്തിൽ വെച്ച് ജന്നാത്തുൽ ഖുൽദിൽ അള്ളാഹുവിൻ്റെ ലിഖാ ഉണ്ട് എന്നതുകൊണ്ട്. അതാണല്ലോ ഏറ്റവും വലുത്. പിന്നെ എങ്ങനത്തെ ജന്നാത്തുൽ ഖുൽദാണ്? ഖലീഫത്ത്, അത് ഭംഗിയാക്കി അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മഖാദീറുക്കും, നിങ്ങളുടെ പദവി, ഇൻദൽ വറ, ജനങ്ങളുടെ അടുക്കൽ തശറഫത്ത്, വളരെ ശറഫാക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മത്തിനോടാ പറയുന്നത്. ലക്കും അസ്ബഹത്ത് ജന്നാത്തു അദ്നിൻ, ജന്നാത്തു അദ്നായിട്ടുണ്ട് തസഖറഫത്ത്. അപ്പോൾ അസ്ബഹത്തിൻ്റെ ഇസ്മ ഏതാണ്? ജന്നാത്തു അദ്നിൻ. അതിൻ്റെ ഖബർ ഏത്? തസഖറഫത്ത് ലക്കും. അപ്പം അസ്ബഹത്ത് ജന്നാത്തു അദ്നിൻ തസഖറഫത്ത് ലക്കും, നിങ്ങൾക്ക് വേണ്ടി ചമയിച്ചിട്ട് ഭംഗി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഫളില്ലും ബിഹ, അവിടെയുള്ള ആ ജന്നാത്തിലുള്ള ഒരു നില്ല്, തണലുണ്ടല്ലോ, ദലീലുൻ, അത് നിങ്ങൾക്ക് തണലേകുന്നതാണ്. നില്ലം ദലീല എന്ന് കണ്ടില്ലേ, തണലേകുന്ന തണല്. അപ്പോൾ അത് ആവർത്തനമല്ല. എന്തുകൊണ്ട്? നില്ല് എന്ന് പറഞ്ഞാൽ ഒരു മരം, എന്തുകൊണ്ട് ഒരു സ്ഥലത്തൊരു തണലുണ്ടാവും. അത് നമുക്ക് സുഖമായിട്ട് തണൽ ഏകൽ എന്നാണ് മറ്റൊന്ന്. ഉണ്ടായത് കൊണ്ട് നമുക്ക് തണൽ കൊണ്ടുള്ളന്നില്ലല്ലോ. ഖുർആനിലെ നില്ലം ദലീല. അപ്പൊ ഫളില്ലും ബിഹ എന്നത് മുബ്തദിയാക്കിയിട്ട് ദലീലുൻ അതിന്റെ ഖബറാക്കുക. എന്തുകൊണ്ടാണ്? ഇത് സുർത്തുമോ, നിങ്ങൾ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായിനാണ്. ഇനി മൂപ്പരുടെ കുറെ ദുആകൾ അതിനെ പറയാൻ പോകുന്നു. وما زلت أعصي منذ كنت مكلفا وأمليت في وزري كتابا مؤلفا وكم لي مضى ذنبا كثيرا مسلفا لقيد ذنوبي كنت عنكم مخلفا وعندي ذنوب قيدهن ثقيل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. എന്നെ മൂപ്പർ ദ്വാരക്കുന്നു. വമാസിൽതു അഅസി, ഞാൻ മാസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. അത് നിരന്തരം തുടരുന്ന മാസാല ഉണ്ടായാലേ ഇസ്തിമ്രാറുണ്ട്. മാസാല അതായത് നിരന്തരമായി തുടർന്നു. ആസിന്റെ മഫ്ഊല് കളഞ്ഞ് അല്ലാഹ വ റസൂലഹു സങ്കല്പിച്ചാൽ മതി. ആസില്ലാഹ വ റസൂലഹു. ഏത് കാലത്ത്? മുൻപ് കുന്തു മുക്കല്ലഫൻ, ഞാൻ മുക്കല്ലഫായ കാലം മുതൽ. മുക്കല്ലഫിൻ്റെ മുമ്പെന്തില്ല, പിന്നെ ഹുക്കുമില്ലല്ലോ. അപ്പം മുക്കല്ലഫായ കാലം തൊട്ടിട്ട് ഞാൻ മാസിയത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നും നിരന്തരമായി തുടരുന്നു. എന്നിട്ടോ വ അംലൈതു, അംല എന്ന് പറഞ്ഞാൽ ഒരു സാധനം എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കലാണ്. ഇതാ പിടിച്ച് എഴുതിക്കോന്നുകൊണ്ട് വായ കൊണ്ട് പറഞ്ഞു കൊടുക്കും. അതാണ് അംല. ഇംലാ അൻ, ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം സമാഅൻ, ഖിറാഅത്തൻ, ഇംലാ അൻ, ഇങ്ങനെ പല ശൈലി. ഖിറാഅത്തൻ എന്ന് പറഞ്ഞാൽ എന്താക്കും? ഞാൻ വായിച്ചു കൊടുത്തു ശൈഖിനെടുക്കലേക്ക്. സമാഅൻ എന്ന് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഞാൻ കേട്ടിട്ട് സാക്ഷി ചെയ്യുന്നു. ഇംലാ അൻ എന്നാൽ കടലാസം പശയെടുത്ത് എഴുതിക്കോന്ന് പറഞ്ഞിട്ട് വായി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇംലാ. അപ്പോൾ അംലൈതു ഫീ വിസരി, എൻ്റെ പാപങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇംലാ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും എഴുതാൻ കൊടുക്കുന്നില്ലേ? കിതാബൻ, അതായത് നമ്മൾ ചെയ്യുന്തോറും എന്താക്കും? കാത്തിബീങ്ങളായ മലായിക്കത്ത് എഴുതും. അപ്പം വാക്കുകൊണ്ട് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ എഴുതാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞാൽ അംലൈത്തു, അതെ പറഞ്ഞ മാതിരി തന്നെ.
എങ്ങനെ കിതാബൻ മുഅല്ലഫൻ, വലിയ മജ്മുഅ കിതാബ്, ഒരു ഏട്ടിന് പിടിക്കാത്ത മാതിരി അങ്ങ് നിറച്ച്. എന്നിട്ടോ വകംലി മല, എനിക്ക് എത്ര കഴിഞ്ഞു പോയി, ദംബൻ കസീറൻ മുസല്ലഫൻ, നേരത്തെ ചെയ്തു വെച്ച മുസല്ലഫ് കാലെക്കുട്ടി ചെയ്യുന്ന ദമ്പും കസീർ എത്ര കഴിഞ്ഞു പോയിട്ടുണ്ടെന്നറിയോ കഴിഞ്ഞ കാലത്തൊക്കെ. മുബറൻ തോബിനെ പറ്റി പറയുന്നു. എന്നിട്ടോ ഈ കൈദി ദുനൂബി, എൻ്റെ ദോഷങ്ങൾ ചങ്ങലക്കിട്ട കാരണത്തിന് വേണ്ടി കുന്തു, ഞാനായി, അൻകും, ആരോടാ പറയുന്നത്, സിയാറത്തിന് പോകുന്നവരോട്, മുഖല്ലഫൻ, ഞാൻ ബിന്ദിവനായി പോകാൻ സാധിക്കാതെ കണ്ട് എൻ്റെ ദോഷങ്ങളാകുന്ന ചങ്ങല എന്താക്കുന്നുണ്ട്, എന്നെ ഇവിടെ കുടുക്കിയിട്ടിട്ടുണ്ട്. വഇന്ദി ദുനൂബുൻ, എനിക്ക് കുറേ ദോഷങ്ങളുണ്ട്, ഖൈദുഹുന്ന സഖീലു, അതിൻ്റെ ചങ്ങല വലിയ ബാധിച്ച ചങ്ങലയാണ്. ദുനൂബിന്റെ സിഫത്താണ് ഇത്, ഖൈദുഹുന്ന സഖീലു. അത് മനസ്സിലാകുന്നുണ്ടോ? തർക്കീബ് കണീനക്കിലല്ലേ പറയണ്ടുള്ളൂ. ഇനി خليلي ترى أيام وصلي هل تجيب فإني بحسن الظن إياه أرتجي فما خاب من بالمصطفى هو ملتجي لجاه رسول الله في الحشر ألتجي فظني وحق الله فيه جميل صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ഖലീലി, എൻ്റെ സ്നേഹിത, തുറ അയ്യാമ വസീലി ഹൽ തജി, എനിക്ക് വസലാകുന്ന ദിവസം ഇനി ബന്ധു ചേരുമോ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് നീ പറ. ഫൈനി, ഞാൻ ബി ഹുസ്നിൽ തന്നെ, നല്ല ഹുസ്നും തന്നെ ഉണ്ടല്ലോ, നല്ല ഭാവനയോടുകൂടി അർത്തജി ഇയ്യ, അതിനെ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ഹുസ്നും തന്നെ. ഫമാ ഖാബ, ആരും നഷ്ടത്തിലായിട്ടില്ല, ഖേദത്തിലായിട്ടില്ല. ആര്? ഹുവ മുൽത്തജി ബിൽ മുസ്തഫ. അപ്പൊ മന്നിന്റെ സിലയാന്നേത്? ഹുവ മുൽത്തജി ജുംല. മുൽത്തജീന്റെ താലൂക്കാണ് ബിൽ മുസ്തഫ. കണ്ടാ? അപ്പൊ ഫമാ ഖാബ മൻ, ഒരാൾ ഖായിബാവുകയില്ല. എങ്ങത്താളാണ്? ഹുവ മുൽത്തജി ബിൽ മുസ്തഫ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അണഞ്ഞു ചേർന്ന ഒരാളാണ്. അയാൾ ഖായിബാവുന്ന പ്രശ്നമേ ഇല്ല. ലിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിന് വേണ്ടി ഞാക്കാണ് അൽ തജീ ഫിൽ ഹശർ, മഹശറയിലെ ഞാൻ അണഞ്ഞു ചേരുന്നത്. അതുകൊണ്ട് ഫളന്നി, എൻ്റെ ലന്ന് ജമീലുൻ, വളരെ ജമീലായ ലന്നാണ്. വഫീഹി, തങ്ങളിൽ വഹക്കില്ലാഹ്, അത് കസമ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എൻ്റെ ലന്ന് വളരെ ജമീലാണ്. ഫീക ബൈത്തിലെ ഫാസ്റക്ക് ഫീക ഖദ ഹസൻ തുലന്നി. ഇനി جزاء أحمدا بالخير أكرم من جزا وأوفاه كل الوعد في الحشر منجزا فإذ كان أوفى الخلق وعدا وأنجزا لهجت بمدحي فيه لا بد من جزا دخيل أنا ما خاب منه دخيل صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ജസ, പ്രതിഫലം കൊടുക്കട്ടെ.
ആര്? അക്രമ മഞ്ജസ, പ്രതിഫലം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അക്രമമായ അള്ളാഹ്. ആർക്ക് പ്രതിഫലം കൊടുക്കട്ടെ? അഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജസല്ലാഹു അന്നാ നബിയ്യന എന്ന് പറയുമ്പോഴേ ബിൽ ഖൈർ കൊണ്ട് ജസല്ലാഹു അന്നാ നബിയ്യന സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു എന്ന് പറയില്ലേ? സലാത്തിന്റെ ഒരു സനാഗാന്നല്ലോ നമ്മൾ ദലായിലുണ്ടല്ലോ. അപ്പൊ ജസാ അക്രമ മഞ്ജസ അഹമ്മദൻ ബിൽ ഖൈർ, ഖൈർ കൊണ്ട് പ്രതിഫലം കൊടുക്കട്ടെ. എന്നിട്ടോ വഔഫാഹു എന്തമ്മിലത്തഫ് ജസാന്റെ മോളത്തഫ് അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. ജസാന്റെ മോളത്തഫ് കുല്ലൽ വാദി, തങ്ങളോടുള്ള എല്ലാ വാദുകളും അസാ റബ്ബുക മഖാമം മഹ്മൂദ എന്ന് പറഞ്ഞില്ലേ? മഖാമം മഹ്മൂദ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ എല്ലാ വാദുകളെയും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഫിൽ ഹശ്രി, മഹശറയിൽ മുൻജസൻ, അത് കൃത്യമായിട്ട് റക്കമായിട്ട് കിട്ടുന്ന രീതി. ഇൻജാസുൽ വാദ് എന്ന് പറയുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ടത് റക്കമായിട്ട് കിട്ടല്. എന്നിട്ട് പറഞ്ഞു ഫഇദ് കാന ഔഫൽ ഖൽഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി പടപ്പുകളുടെ കൂട്ടത്തിൽ നിന്ന് ഔഫ ഏറ്റവും പൂർത്തിയാക്കുന്നവര്. വ അൻജസ അതിനോട് അത്തഫാന്ന്. അപ്പൊ അൻജസ എന്നുള്ളത് ഇസ്മു തഫ്ലീലാണ്. ഔഫ ആയ പോലെ ഏറ്റവും പൂർത്തിയാക്കുന്നവര് ഇതിന് വാഹിദൻ വദിനാലി. അപ്പൊ ഫഇദ് കാന ഔഫൽ ഖൽഖി വ അൻജസൽ ഖൽഖി വഅദൻ, വാഗ്ദാനത്തിനാലെ പടപ്പുകൾക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നവരാണ് ആര്? പടപ്പുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ലഹജിത്തു ബിമദ്ഹി, തങ്ങളെ മദ്ഹ് കൊണ്ട് ഞാൻ എന്താക്കി? എൻ്റെ നാവിനെ ഞാനങ്ങോട്ട് കൂലാക്കി. ലഹജ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്ന് അർത്ഥം ഉണ്ടായി. അത് ഗദ്യമായിട്ടോ പദ്യമായിട്ടോ സംസാരിച്ചാൽ ലഹജ്. ലഹജിത്തു ബിമദ്ഹി ഫീഹി. അപ്പൊ ലാ ബുദ്ധ, അതാണ് ഇത് കാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു താരീലാന്നല്ലോ. അപ്പം ലാ ബുദ്ധ മിൻ ജസ, ഒരു ജസ കൂടാണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ നിർബന്ധം എന്ന അർത്ഥത്തിനല്ല, വഅദ് എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത് മുഅ്തസിലിയാക്കണ വാദമുണ്ട്. അമൽ ചെയ്താൽ എന്താക്കണം? കൂലി കൊടുക്കണം. വെറുതെ ചെയ്യിപ്പിച്ചാ പോരാ. അതുപോലെ തന്നെ ദോഷം ചെയ്താൽ ശിക്ഷയും കൊടുക്കണം. അങ്ങനെ അള്ളാഹ് എന്താ വലാ ഹക്ക അലൈക്കലി മഖ്ലൂഖിൻ, അള്ളാഹ്ക്ക് എന്തും ചെയ്യാമെന്നല്ലാതെ ഒന്നുമില്ല. പക്ഷെ വഅദ് എന്നുള്ളത് എന്താക്കും? ഒന്നാമത് ഏറ്റെടുത്ത വകയിൽ കതബ അലാ നഫ്സിഹി റഹ്മ, സ്വന്തം ഏറ്റെടുത്ത്, ആരും കൽപ്പിക്കാനുണ്ടായിട്ടല്ല, സ്വന്തം ഏറ്റെടുത്തെന്നാ പറഞ്ഞത്. കതബ അലാ നഫ്സിഹി റഹ്മ, റഹ്മത്ത് തരാമെന്ന് അല്ലാഹു തആല നഫ്സിന്റെ മേൽ വാഗ്ദാനം ചെയ്തു. അല്ല, കൊടുത്തോളന്ന് ആയിരിക്കില്ല, പടക്കണമെന്ന് തന്നെ ഉജുമുണ്ടാകും. അപ്പോൾ മദ്ഹ് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചത് കാരണത്തിന് വേണ്ടി ലാബുദ്ധ മിൻ ജസ, ഒരു ജസ കൂടാണ്ട് കഴിയൂല, എന്തോന്നും ഉണ്ടാവുമല്ലോ. അതാ ലാബുദ്ധ ലിയജ്ലി മദ്ഹിക്കും എന്ന് പറഞ്ഞാൽ തങ്ങളെ മദ്ഹ് പറഞ്ഞ കാരണത്താൽ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കൂലല്ലോ. കണ്ടാ, ദഖീലുൻ അന ദഖീലുൻ, ഞാൻ ഒരു വിരുന്നുകാരനായിട്ട് വന്നാണ്. ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരിൻ യഗ്തദി, അല്ലേ? ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാം, ഞാൻ തങ്ങളെ നസീലാണ്. വന്നസീലു ലദൈക യാ ഖൈറൽ അനാം, ഖൈറുൽ അനാമെ തങ്ങളെടുക്കൽ വിരുന്നുകാരനായിട്ട് വന്നൊരാൾ ബികുല്ലി ഖൈരിൻ യഗ്തദി എന്നതുപോലെ ദഖീലുൻ അന മാ ഖാബ മിൻഹു ദഖീലു, തങ്ങളെ വക്കൽ നിന്ന് ഒരു ദഖീലും ഖായിബായിട്ടില്ലല്ലോ. അതെ, ലൈസ യുലാമു, അത് മനസ്സിലായില്ലേ? അപ്പൊ ലാബുദ്ദാന്റെ അർത്ഥം അള്ളാഹു ഉജൂബുണ്ടെന്ന അർത്ഥത്തിനല്ല, വാഗ്ദാനത്തിന്റെ കാരണത്തിന് വേണ്ടിയിട്ട് അത് കിട്ടൂന്നല്ല ഒരു പ്രതീക്ഷ. മെത്തദലി വാദം ഇല്ല. അത് നമ്മൾ തൻവീരിലൊടുക്കിടക്കേ വരും. തഫല്ലുലൻ അതിലുള്ള ഫദ്ല് മാത്രമാണ്. വലാ ഹക്ക അലൈക ലി മഖ്ലൂഖീൻ, ഒരു മഖ്ലൂഖിനും അള്ളാഹ് കടപ്പെട്ടിട്ടില്ല എന്നാണ്. ഇനി لزمت مديح المصطفى خيل عله
شفى الله من جسمي بواصل معله وأنهل قلبي من غليل وعله لجأت إلى بابي الشفيع لعله يجير عبيدا وهو منه خجول صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ലസിമത്തു ഞാൻ ലാസിമാക്കി മുറുകെ പിടിച്ചു. എന്തിനെ? മദീഹൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീഹിനെ. എന്തിനാ? ഖിലഅല്ലഹു തങ്ങൾക്ക് ഖിൽഅത്തായിട്ട്, ഖിൽഅത്ത് എന്ന് പറഞ്ഞാൽ അണിയാനുള്ള ആദരവും കൊണ്ടായിട്ട് വസ്ത്രം അണിയിക്കലുണ്ടല്ലോ, ഒരു ഖിൽഅത്തുൽ ജമാൽ, എന്താ ഉടയാട. അതായത് ഒരു ആദരവ് കൊടുക്കുമ്പോൾ ഒരു തട്ടിട്ട് കൊടുക്കൽ, ഒരു പുതപ്പിട്ട് കൊടുക്കൽ, സാലണിയിക്കൽ, അങ്ങനെ അതെ പൊന്നാട, ഇതെല്ലാം അതാ ഖിൽഅത്ത്. അപ്പോൾ ആദരവോട് കൂടിയിട്ട് എന്താകും? ഖിലഉൽ ഇൻസാനി തശ്രീഫൻ വ തഅലീമൻ എന്നാണ്. ഒരു മനുഷ്യനിക്ക് ആദരവനാൽ അണിയിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്താ പറയും? അതിന് ജമ്മാ, ഖിൽഅത്തിൻ്റെ ജമ്മാന്ന് ലഹു തങ്ങൾക്ക്. അപ്പോൾ തങ്ങൾക്ക് അണിയിക്കുവാനുള്ള ഒരാദരവ് വസ്ത്രമായിക്കൊണ്ട് ഞാൻ എന്താക്കി? മദീന ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ശഫല്ലാഹു മിൻ ജിസ്മി, എൻ്റെ ജിസ്മിൽ നിന്ന് അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. എന്തുകൊണ്ട് ശിഫയാക്കും? ഈ ബസലിൻ, ബസല് കൊണ്ട്. എന്തിന് ശിഫയാക്കട്ടെ? മുഅല്ലഹു, അത് മസ്തറും മീമിയും ബിമാനൽ ഇല്ലത്തി എന്ന് പറയും. ഇല്ലത്തിൻ്റെ മാനാക്കുള്ള മസ്തർ ഇല്ലത്ത്. അപ്പോൾ മുഅല്ലഹു ഷഫാന്റെ മഫ്ഊലാണ് ഇത്. മുഅല്ലഹു എൻ്റെ ജിസ്മിൻ്റെ ഇല്ലത്തുകളെ വസൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ശിഫയാക്കട്ടെ. വസൽ വന്നാലേ ആ രോഗം മാറുള്ളൂ, വേറെ മരുന്ന് പിടിച്ചുകൊണ്ട് മാറൂല. കിട്ടണ്ടേ? അതൊരു ദ്വായാണ്. എന്നിട്ടോ വഅൻഹല കൽബി, എൻ്റെ കൽബിന് കുടിപ്പിക്കട്ടെ. അതായത് നെഹല് അല്ല് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുടിപ്പിക്കലുണ്ട്. അതായത് ആദ്യമായിട്ട് കയറിയ പാട് പൊതുവേ ഉള്ളൊരു വെള്ളം കൊടുക്കൽ ഉണ്ടാകും. അൻഹല വെൽക്കം വാട്ടർ, അതാ നമ്മൾ വധു തോന്നിയ തുടക്കത്തിൽ കാണില്ല. വഅൻഹലനാ മിൻ ഹുമയ്യ ഖൗലിഹി തആല വലഖദ് കറംനാ ബനി ആദമ കസാത്തിൻ സനി. ബനു ആദമിനെ മൊത്തത്തിൽ എന്താക്കി? ആദ്യൊരു കുടി കുടിച്ചു. എന്തിനാ? വലഖദ് കറംനാ ബനി ആദമ, ആദമിൻ്റെ മക്കളെ ഞാൻ എല്ലാം പലതും, അത് ആമല്ലേ, അതിലേത് ആളും പെട്ടല്ല, തക്രീം. എന്നിട്ടോ വഅല്ലനാ മിൻ അഖദാഹി ഖുസൂസി ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖാസായ ഖൗല് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്നുള്ളത് മറ്റുള്ളവർക്ക് കിട്ടാതെ ഈ ഉമ്മത്തിന് മാത്രം കിട്ടിയ ഒരു സ്പെഷ്യലാണ്. അതാണ് അല്ല. അപ്പൊ കുടിയത്തിലുണ്ട് രണ്ടുണ്ട്. അൻഹലാമ പൊതു, അല്ലാമ സ്പെഷ്യൽ. രണ്ട് കുടി കയറിയ പാടെ എല്ലാവർക്കും ഓരോന്ന് വെൽക്കം വാട്ടർ കൊടുത്ത് കയറുന്ന പറഞ്ഞിട്ട് രണ്ടാമതൊരു തക്കാരം വേറെ ഉണ്ടാവും. അതല്ല അൻഹലനാ മിൻ ഹുമയ്യ ഖൗലിഹി തആല വലഖദ് കറംനാ ബനി ആദമ കസാത്തിൻ സനിയ വഅല്ലനാ മിൻ അഖദാഹി. ആദ്യത്തെ ഇത് ചെറിയ ചെറിയ പാത്രമാണ്. സ്പെഷ്യലാകുമ്പോൾ ചെറിയ പാത്രമേ ഉണ്ടാവും. മറ്റേതാകുമ്പോൾ ഇഷ്ടംപോലെ കൊടുക്കാമല്ലോ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖർജത്ത് ലിന്നാസി സായിഖത്തൻ ഹനിയ. എന്താ അതിൻ്റെ പ്രയോഗം കണ്ടില്ലേ? നമ്മളെ കേരളത്തിലുള്ള ആളല്ലേ പറയുന്നു. എന്തൊരു ബലാഗത്തുള്ള മൊഴിതത് ഉണ്ടില്ലേ? അപ്പോൾ എൻ്റെ കൽബിന് അൻഹല വ അല്ല, രണ്ടോട് പണ്ടത് അൻഹലയും ആക്കട്ടെ അല്ലയും ആക്കട്ടെ. എന്തിന്? കൽബി മിൻ ഖലീലിൻ, കൽബിന് വലിയ ദാഹമുണ്ട്, അത്ഷി. അപ്പം കൽബിൻ്റെ ദാഹം തീർക്കാൻ വേണ്ടി രണ്ട് കുടി കൊടുക്കണം. ഏത്? ഒരൻഹല, രണ്ടാമത്തത് അല്ല. അതും ദ്വായാണ്. അത് മനസ്സിലെന്തമ്മ? ലജഅ്തു ഇലാ ബാബി ഷഫീഇ, ഷഫീആയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദക്കിലേക്ക് ഞാനിതാ അണഞ്ഞു വന്നിരിക്കുകയാണ്. ലഅല്ലഹു യുജീറു ഉബൈദൻ, ഒരു കുഞ്ഞടിമ. ഉബൈദ് ഉറപ്പിച്ചാ പറയുന്നു, എൻ്റെ കുഞ്ഞടിമനെ രക്ഷപ്പെടുത്തും. എത്തരത്തിൽ? വഹുവ, ഈ കുഞ്ഞടിമുണ്ടല്ലോ, ഹജൂലും മിൻഹു,
വല്ലാത്ത നാണക്കേടിലായിട്ടുണ്ട്, ലജ്ജിതനാണ്, ഹജൂൽ. അപ്പം എന്താ ഈ നാണക്കേട് വല്ലാതെ ആയിട്ടുണ്ട്. ആ തങ്ങടുക്കിലേക്ക് വരുമ്പോ അപ്പൊ എങ്ങനെയായി? ലജഅ്തു ഇലാ ബാബി ശഫീഇ വഹുവ മിൻഹു ഹജൂലുൻ. ആ ജുംല ഹാലി ഹജൂലായിക്കൊണ്ട് ബാബു ഷഫീയിലേക്ക് വന്നു. ആരെ തൊട്ട്? ഹജൂല് മിന്നു ഷഫീനെ തൊട്ടിട്ട്. എന്നിട്ടോ ലഅല്ലഹു യുജീറു ഉബൈദൻ. അവിടെ ലജഅ്തു എന്ന് ആദ്യം മുത്തക്കല്ലിമായിട്ട് പറഞ്ഞു, പിന്നെ ഉബൈദ് എന്ന് ഗായിബായ ബൈത്തിന് വേണ്ടി പലതും ചെയ്യാല്ല. അതെ. ഇനി وعاصل لرب في أمور مطاعة وليس بذي تقوى ولا ذي طاعة ولا تائب من ذنبه بانقطاعة لهيف الحاشا حيران كسلان طاعتي ولكن إلى مدح الرسول يميل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ഇനി വആസിൻ, ഇത് മുമ്പത്തിന്റെ ബാക്കി. ഹജൂലാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആശിയാണ് ലി റബ്ബിൻ, റബ്ബിന് മഅസിയത്ത് ചെയ്തവനാണ്. എന്തിൽ? ഫീ ഉമൂറി മുതാഅത്തിൻ, വഴിപ്പെടപ്പെടേണ്ടുന്ന പല കാര്യങ്ങളിലും മഅസിയത്താവുന്നു. താഅത്ത് ചെയ്യേണ്ടതായിരുന്നു. അപ്പം എന്താ? ഈ കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ കുത്തക്കെട്ട് കട്ടിയിരുന്നു. എന്നിട്ടോ വലൈസ, ഈ അബ്ദ് അല്ല, ഈ ഉബൈദിലേക്കാണ് മടങ്ങുന്നത്. ബിദീ തഖ്വൻ, തഖ്വ ഉടയവരും ആയിട്ടില്ല. വലാദീ ത്വാഅത്തിൻ, വഴിപ്പാട് ഉള്ളവരും ആയിട്ടില്ല. ഉറപ്പറ്റി പറയുന്നു. വലാ തായിബും മിൻ ദംബിഹി, അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് തായിബുമായിട്ടില്ല. എങ്ങനെ? ബിങ്കി ത്വാഅത്തിൻ എന്ന് വെച്ചാലോ ദോഷം മുഴുവനും ഒഴിച്ചു മാറ്റിയിട്ട് എന്താണ്? മതുബുൽ മതാബം ഭിന്നതാമത്തി മുഖലി എന്ന് പറഞ്ഞില്ലേ? ഇപ്പം ദോഷങ്ങളിൽ എന്തെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ? അതേ, തൗബത്ത് നസുഹാകണമെങ്കിൽ ഉള്ള അപ്പം പട്ടുവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ധരിച്ചുകൊണ്ട് തൗബ ചെയ്താലാവൂലല്ലോ. ആ തൗബ ചെയ്യപ്പെടുന്ന ദോഷം തന്നെ ആവണമെന്നില്ല, മറ്റൊരു ദോഷമായാലും മതി. അതാണ് ബിങ്കി താറ്റ്, അതായത് മിനദ്ദംബി വിത്തർക്ക്, ദോഷങ്ങളെല്ലാം ഒഴിവാക്കലുമുണ്ട്. ഇനി ലഹീഫുൽ ഹഷ, അകം വളരെ ദുഃഖിതനാണ്. ലഹീഫ് ബേജാറ് പിടിച്ചവനാണ്. ഹഷ എന്ന് പറഞ്ഞാൽ ഉള്ളകം. ഹൈറാനു, ഹൈറാനത്തുള്ളവനാണ്. കസിലാനു ത്വാഅത്തിൻ, ത്വാഅത്തിന്റെ വിഷയത്തിൽ മടിയനുമാണ്. മൂപ്പർ ഓർപ്പന്നെ എല്ലാം കുറ്റം പറഞ്ഞു. പക്ഷേ വലാക്കിൻ, ഒന്നുണ്ട്, യമീലു ഇലാ മദ്ഹിർ റസൂൽ, റസൂലിന്റെ മദ്ഹിലേക്ക് വല്ലാതെ ചാച്ചലുണ്ട്. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെയാണ് കുറ്റപ്പെടുത്തി പറഞ്ഞെങ്കിലും വലാക്കിൻ ജമീലു ഇലാ മദ്ഹിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിലേക്ക് ചായുന്ന ആളാണ് ഞാൻ. ഇനി عفيف مغاني طيب ردني عصمة نظيف الأواني ما ترى منه وصمة ظريف كفاني ضيق عيش وزحمة لطيف المعاني لين القلب رحمة رؤوف بكل المؤمنين رسول صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. തങ്ങളെ പറ്റിയാണ് മദ്ഹ് പറയുന്നത്. ഹുവ, ഒരു ഹുവാന്ന് സങ്കല്പിക്കണടെ, ഒരു മുബത്തദ.
ഹുവ അഫീഫുൽ മഗാനി അവിടെ കൈനന്നെ മഗനാന്റെ ജമ്മാണ്. അപ്പൊ താമസിക്കുന്ന സ്ഥലം എന്നാണ് മഗനാന്റെ അർത്ഥം. അയ്യുഹല്ലാശിക്കും മഗ്ന ഹുസ്നിന. അപ്പൊ അതിന്റെ ഇസ്മു മക്കാനിന്റെ ജമ്മെന്തായി? മഗാനി. അപ്പൊ തങ്ങളുടെ താമസ സ്ഥലം അഥവാ ഇതാണ് ഹറമേനി, രണ്ട് ഹറമല്ലേ, അത് വളരെ അഫീഫാണ്, എല്ലാ ഷർറുകളെ തൊട്ടും ഇഫത്തുള്ളതാണ്. തയ്യിബുർ റുദ്നി തങ്ങളുടെ അസ്ല് തയ്യിബാണ്. ഇസ്മതൻ ഇത് ഷിർക്കിനെ തൊട്ടും പാപങ്ങളെ തൊട്ടെല്ലാം കാവലാക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലല്ല, തയ്യിബീങ്ങളും താഹിരീങ്ങളുമായ മുസ്തഖർ മുസ്തൗദഅ രണ്ടും തയ്യിബാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ കണ്ണൂർ ഓതി തീർത്തത്. ആമിന ബീബി മുതൽ പിടിച്ചിട്ട് അങ്ങോട്ട്, അതുപോലെ അബ്ദുള്ള മുതൽ പിടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ ജാഹിലിയ കാലത്തുള്ള ഒരു തരത്തിലുള്ള ശിർക്കോ കള്ളുകുടിയോ മറ്റ് അനാചാരങ്ങളോ ഒന്നും ഇതാക്കിയിട്ടില്ല. അവളെ പിതാക്കന്മാരെയോ മാതാക്കളെയോ തൊട്ടിട്ടേ ഇല്ല, ശിർക്ക് ഒട്ടും ഇല്ല എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു താല കാത്ത കാരണത്താല ഇസ്മത്തം മിനല്ലാഹ്. അബാന മൗലിദു അൻ തയ്യിബി ഉൻസുലിഹി യാ തയ്യിബ മുബത്തദഇൻ മിന്നു. അതതിലേക്ക് സൂചിപ്പിക്കല്ലേ. അപ്പൊ തയ്യിബുർ റുദ്ൻ, റുദ്ൻ എന്നാണ് അസ്ലി. അപ്പൊ തങ്ങളെ പിതാക്കന്മാരിൽ ആരുമില്ല, ദോഷികളായ ആരുമില്ല. അത് നിങ്ങളെ ഓതി ഉപ്പാപ്പമാരിൽപ്പെട്ട ഓരോരുത്തരുടെ മധുഹും. ചിലർ അമ്പിയാക്കളായിരുന്നു എന്നവരെ കൗലുണ്ട്, ഹലബിയിൽ ഉദ്ധരിച്ചെങ്കിലും അത് ലൈഫായ കൗലാന്നും പറഞ്ഞു. കുറമാവും. وبدا في الوجود منك كريم من كريم آباؤه كرماء. ഹംദി പറഞ്ഞില്ലേ, വബദാ ഫിൽ വുജൂദി ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ടു മിങ്ക തങ്ങളിലൂടെ, അതാ തങ്ങൾ തന്നെ. വബദാ ഫിൽ വുജൂദി മിങ്ക കരീമുൻ, കരീം മിൻ കരീമിൻ ഒരു കരീമായ ഉപ്പയിലൂടെ. ആരാണ്? അബ്ദുള്ള. ആബാഉഹു ഖുറമാഉ ആ അബ്ദുള്ളാന്റെ ഉപ്പാപ്പമാരെല്ലാം കരീമ. അപ്പൊ കരീമായ ഉപ്പാപ്പമാരുടെ മകനായ അബ്ദുള്ളയിൽ നിന്ന് കരീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് പ്രകടമായി എന്ന് പറഞ്ഞു വന്നത്. അതാണ് തയ്യിബുർ റുദ്നി ഇസ്മത്തൻ. ഇസ്മത്ത് കൊണ്ട് അല്ലാഹു തആല കാത്തിട്ടുണ്ട് അവിടെ. ഇനി നദീഫുൽ അവാനി, അവാനി മആനി എന്ന് പറയും. അവാനി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാഹിറായ ജസദിനെ പറ്റി അവാനി എന്ന് പറയും. മആനി നോക്കി കാണാത്ത എന്തോ സിറുണ്ടാവും അതിൽ, അതാണ് ഇത് മആനി. അപ്പം മനുഷ്യന്മാർ അവാനിയും മആനിയും കൂടെ കൂടിയതാണ്. എന്താ അവാനി? പുറത്ത് കാണുന്ന ശരീരം, ഈ പാത്രം, അതിൻ്റെ ഉള്ളിലുള്ള മഹാനി. അതിലാണ്, ആ മഹാനിയിലാണ് എന്തുള്ളത്? ഇൽമുള്ളാക്ക് ഇൽമുള്ളത്, ഈമാനുള്ളാക്ക് ഈമാനുള്ളത്, തഖ്വയുള്ളാക്ക് തഖ്വയുള്ളത്. പുറത്തു നോക്കിയൊന്നും കാണില്ല. അതുപോലെ തന്നെ വിലായത്തുള്ളാക്ക് വിലായത്ത്, നബുവത്തുള്ളാക്ക് നബുവത്ത്, റിസാലത്തുള്ളവർക്ക് റിസാലത്ത്. ഇതെല്ലാം ഈ മഹാനികളാണ്. അപ്പൊ നദീഫുൽ അവാനി എന്നുവെച്ചാൽ ലാഹിറായ ജസദ്. അവാനി വളരെ നദീഫാണ്, വളരെ സുന്ദരമാണ്, പവിത്രമാണ്. മാ തറാ മിൻ വസ്മത്തൻ ഒരു തരത്തിലുള്ള അയ്ബും അതിൽ കാണാൻ കഴിയില്ല. അമ്പിയാക്കള് സാധാരണ ശാരീരികമായ വൈകല്യങ്ങളെ തൊട്ട് പൊട്ടക്കണ്ണന്മാരുണ്ടാവില്ല, മറ്റേ സംസാരിക്കാത്ത ഊമകളുണ്ടാവില്ല, വടന്തന്മാരുണ്ടാവില്ല. അഖലനാസ് ഹൽക്കൻ ബഹുലുക്കൻ എന്നല്ലേ. അപ്പൊ ഒരു തരത്തിലുള്ള അയ്ബും എനിക്ക് കാണാൻ കഴിയൂല. എത്ര വരെ കറുത്താളാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാം ഇന്ന് പുറത്തുപോയി. ഫസീഹല്ലാത്ത അറബിയാണെന്ന് പറഞ്ഞാൽ പുറത്തുപോയി. കാര്യം വളരെ ഗൗരവമാണ്. പുത്തനാശയക്കാർ പറയുന്നതിനൊക്കെ വളരെ ഗൗരവമേറിയ എന്താ തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം എന്ന് പറഞ്ഞ മാതിരിയാണ്. നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഭയങ്കരാണ്. ഇനിയോ ലരീഫൻ വളരെ ഔദാര്യം ചെയ്യുന്ന മാന്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ എങ്ങനത്തെ? കഫാനി, കഫാക്ക് എത്ര മഫ്ഊൽ വേണം? 2 മഫ്ഊൽ വേണം. കഫ എന്ന ഫീലിന് 2 മഫ്ഊൽ. ഫസയക്ഫീകഹുമുല്ലാഹു, ഫസയക്ഫീക ക എന്നുള്ളത് 1-ാം മഫ്ഊൽ, ഹും 2-ാം മഫ്ഊൽ അല്ലേ. ഇതുപോലെ കഫാക്ക് ഇവിടെ 2 മഫ്ഊൽ വേണ്ടേ? ഒന്നേതാണ്? നീ, എനിക്ക് മതിയാക്കി. നീ ക ഐശൻ
ജീവിതത്തിൻ്റെ കുടിസിനെയും സഹമത്തൻ പലതിൽ മറ്റുള്ള ആൾ തെക്കിക്കറലി ഒന്നിൽ കുറവ് വരുമ്പോഴാണല്ലോ തിക്കും തിരക്കും വരുന്നത്. എല്ലാവർക്കും വിശാലമായി കൊടുക്കുന്നത് കടലിലെ വെള്ളം കോരുമ്പന്നില്ല, ഇപ്പോൾ തിക്കും തിരക്കും ഉണ്ടാവില്ലല്ലോ. സൂര്യപ്രകാശം തിക്കും തിരക്കും കൊണ്ടിട്ടുണ്ടോ? അപ്പം വിശാലമായ ഔദാര്യമാകുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാവില്ല. അപ്പം ലീക്ക് ഐഷിനെയും തിക്കും തിരക്കിനെയും മതിയാക്കിയ ലരീഫാണ് ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുറാദു ശൈഖ് റളിയല്ലാഹു അൻഹു മില്ലദുൻ ഉമ്മിഹി ആമിന ഇലാ ഹവ്വാ. കണ്ടോ ഇതിൻ്റെ അഫീഫുൽ മുമ്പ് പറഞ്ഞില്ലേ തയ്യിബുറുദ്ദിനി. അതെ, ആമിന ബീബി മുതൽ ഹവ്വാ ബീബി വരെയുള്ള ഉമ്മമാരെടുത്ത് നോക്കിയാലും അബ്ദുല്ലാഹി മുതൽ ആദം അലൈഹിസ്സലാമിനെ എടുത്തു നോക്കിയാലും മഹാന്മാരും മഹദികളുമായ മാതാപിതാക്കന്മാരല്ലാത്ത മറ്റാരും ആ കുടുംബ പാരമ്പര്യത്തിലില്ല. ചില ഇമാമികൾ പറഞ്ഞല്ലോ, രണ്ടും കൂടെ 500 മാതാപിതാക്കന്മാരുടെ പേര് ഞാൻ റിക്കാർഡാക്കിയിട്ടുണ്ട്, എല്ലാവരും സാലിഹ്യങ്ങളായിരുന്നു. മാസൂമ എന്ന് പറയുന്നില്ലെങ്കിലും അമ്പിയാക്കളെ ഖുസൂസിയത്താണ് ഇത് മാസൂം. അപ്പൊ ലരീഫ് മനസ്സിലായില്ലേ? ലരീഫുൻ എങ്ങനത്തെ ലരീഫ്? കഫാനി ലീഖ ഐസൻ വറഹ്മതൻ. ഇനി ലത്തീഫുൽ മആനി, തങ്ങളുടെ മആനി. നേരത്തെ അവാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവാനി മആനി, അവാനി ഏതാണ്? പുറത്ത്, മആനി ഉള്ളിൽ. ഈ ലോകം എന്നുള്ളത് ഏതാണ്? അവാനിയാണ്. അതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ അഫ്ആലുകളും അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ എല്ലാം ദലാലത്ത് ചിന്തിക്കുന്ന കിട്ടുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാത്ത മആനികളുണ്ടാവും, എന്തിലുണ്ടാവും. നമ്മൾ ഇന്നാൾ പറഞ്ഞു, പാൽ കുടിക്കുമ്പോൾ 5 കാര്യങ്ങൾ കാണാം, 4 ഇവിടെ കാണുന്നുണ്ട്, 5ാമത്തെ മആനി കണ്ടുപിടിച്ചോളുന്നു. ഏതെല്ലാന്ന്? നുസ്ഖയ്ക്കും പാലുണ്ട്, പാല് കറന്നെടുത്ത പശുവുണ്ട്, ചിലപ്പോൾ കറന്ന പാത്രവും ഉണ്ടാകാം, കറക്കുന്നവനുണ്ടാകാം, കുടിക്കുന്നവനുണ്ടാകാം. 5 ഉണ്ടായി. കുടിപ്പിക്കുന്ന ആളുണ്ട്. അപ്പൊ 6ാമത്തെ ഒന്നേടെ ന്യൂസ്തേക്കും ന്യൂ നെഹ്നു. ഈ നെഹ്നു ഏതാണ്? മആനിയാണ്. ഇതെല്ലാം അവാനികളുമാണ്. അപ്പൊ നേരത്തെ നലീഫുൽ അവാനി എന്ന് പറഞ്ഞപ്പോൾ ലത്തീഫുൽ മആനി എന്ന് ഇപ്പുറം പറഞ്ഞു. മആനി ലത്തീഫാണ്. ലത്തീഫാകും എന്തുണ്ടാകും? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂല അല്ലേ? അതാ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം പാർട്ടിയായി മാറുന്നു. പടപ്പുകളിൽപ്പെട്ട എല്ലാവരെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫഹ്മു, ഫഹും എന്നല്ല, ഫഹുമു. മാ ഊദിയ, മാ ഊദിഅന്റെ ബയാനാണ് മിനസ്സിദ്ദി ഫീഹി. മാ ഊദിയ ഫീഹി മിനസ്സിദ്ദി. രഹസ്യമായ എന്തെല്ലാം കാണുന്നുണ്ട് മറ്റുള്ള കണ്ടുപിടിക്കാൻ കഴിയുന്നതിനെ തൊട്ടിട്ട് എന്താക്കി? എല്ലാവരും പരാജയപ്പെട്ടു. ആ ബയ്യിനത്ത് കൊണ്ട് ലാഹിറായ കാര്യം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തതുണ്ട്. അതുകൊണ്ടല്ലേ റിസാലത്ത് നിഷേധിച്ചത്. റിസാലത്തും നബുവത്തും ബയ്യിനത്ത് കൊണ്ട് മുഅ്ജിസാത്ത് കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അതിനപ്പുറം വേറെ ഉണ്ട്. ഇതുപോലെ നിഷേധിക്കുന്ന ആൾ ഫകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലവു അൻഹു ബിൽ ഹുലുമി. അപ്പൊ തങ്ങളുടെ മആനി ലത്തീഫാണ് എന്നാ പറഞ്ഞത്. ഐ ഹഖീഖതഹു ലാ തുദ്റകു ബിൽ ഉഖൂൽ. അക്കലുകളെ കൊണ്ട് എന്താക്കൂല? പിടുത്തം കിട്ടൂല. കണ്ടാ? കമാ ഖാല ഇമാമുൽ ബൂസരി അയ്യൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദ് ഫീഹി ഗൈറു മുൻഫഹിമി. ഹകം അയ്യൽ വറാ പഠിയോക്കറ. അയ്യൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദ് ഫീഹി ഗൈറു മുൻഫഹിമി. അഹ്യല്ലേ? അഹ്യ ഐനം തോൽപ്പിച്ച് പരാജയപ്പെടുത്തി. ഫഹ്മു മഅനാഹു തങ്ങളുടെ മാന കണ്ടുപിടിക്കല്. അതാണ് ഏത്? ലത്തീഫായതുകൊണ്ട്. അത് അടുത്തുനിന്നാവട്ടെ, അടുത്ത് പെരുമാറിയാക്കും കിട്ടിയിട്ടില്ല, ദൂരം വന്നാക്കും. അതാ മഷീശയിലില്ലത്. ഫലം യുദ്രിക്കും സ്ഥാപിക്കും അനിഫല്ലേ മഷീഷിന്റെ ഫലം യുദ്രിക്കുഹു സാബിക്കും ഫീ വലൂദിഹി. അതൊന്ന് ചൊല്ലി വയ്ക്കട്ടെ, അടക്കം ചെല്ലുമ്പോൾ കിട്ടാത്ത. ഫലാ യുദ്രികു മിന്ന അഹദുൻ ഫീ സാൽ. മഷീഷ് ഇല്ല. എവിടുന്ന്?
അലാ സവാബിക്ക് വുജൂദിഹി അല്ലേ? എന്തായി തുടക്കത്തിൽ തന്നെ ഉണ്ടാവും. അതനസല തുലമാതമ്മ ഇനി നേരം കൂടെ അങ്ങ് പൊട്ടു. അയ്യോ അതിന്റെ മുമ്പ് അതിന്റെ തൊട്ട് മുമ്പത്തെ അത് കാഫി വെക്കാൻ വേണ്ടി ഫീഹി ഇപ്പിട്ടതാണ്. കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിന്റെ ഒരു പവറാണ് ഇത് ഫഹ്മ്. ആ ഫഹ്മുകൾ മുഴുവനും തളർന്നു വീണിരിക്കുന്നു, ബാഡിയിൽ തളർന്നു പോയി. സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങൻ ഭക്തി അടക്കലല്ലാതെ വേറെ മാർഗമില്ല. മറച്ചു വെക്കപ്പെട്ട ഒരാൾക്കും പിടുത്തം കൊടുക്കാത്ത രഹസ്യമാണത്. വുജൂദിൽ സാബിഖായതും അതാ മുമ്പ് കഴിഞ്ഞ ആളുകൾ. അലാ സവാബിക്ക് ശുഹൂദിഹി, ഇവന്റെ ഷുഹൂദ് എന്താക്കും, ഞാൻ തുളച്ചു കയറും ഏടെ രംഗത്തും. സാധനം അവാനി കാണുമ്പോഴേക്ക് തന്നെ മാനി കണ്ടുപിടിക്കുന്ന ഷുഹൂദിന്റെ ഹലുകാരുണ്ടാവും. അത് സാബിക്ക്, അത് ഷുഹൂദ് സവാബിക്ക്. സാബിക്ക് സിഫത്തിന്റെ മൗസൂഫിലേക്ക് ലഫത്താം. മുമ്പന്തിയിൽ എത്തുന്ന ഷുഹൂദിന്റെ ഹലുകാർക്ക് പോലും എന്താക്കൂല, ചെന്നെത്താൻ കഴിയൂല. എന്താ അതിന്റെ പ്രയോഗ? സുബ്ഹാനല്ലാഹ്. لم يدركه منا سابق في وجوده ولا يبلغه لاحق على سوابق شهوده. فعلم من نبي رياض الملك والملكوت بزهد جماله الزاهد المنقى وحياض معالم الجبروت بفيض انوار سده المتدفقه ولا شيء الا وهو به منوط بسره الساري محوط إذ لولا الواسطة في كل صعود وهبوط فذهب كما قيل الموصوت صلاة تليق بك. അത് പിന്നെ സലാത്തിന്റെ മഹത്വം അത് തന്നെയാണ്. ഇത് ലത്തീഫുൽ മആനി. തങ്ങളുടെ മആനികൾ ലത്തീഫാണ്, സാധാരണ ബുദ്ധികൾക്ക് എന്താക്കൂല, പിടുത്തം കിട്ടൂല. ഫലൈസ യുറാ വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ഫിൽ ലാസ്റ്റ് എന്താണ്? ഇൽമ് എത്തുന്ന പരമാവധി എവിടത്തേക്ക്? തങ്ങൾ ബശറാണ്. അപാരല്ല, ഇലാഹുവല്ല, പിന്നെ മലക്കുമല്ല, ജിന്നുമല്ല, മറ്റൊരു പടപ്പുമല്ല, ബഷർ തന്നെ. ആദം അലൈഹി ഇസ്ലാമിന് 51ാമത്തെ മകൻ ബഷറാണ്. ഇതേതാണ്? അതിന്റെ ജിൻസാണ്. ഇതെന്താക്കണം? ഫസല് വേണം. മന്ദിക്കില് ജിൻസും ഫസലും കൂട്ടിയിട്ടല്ലേ നമ്മക്കല്. എന്നിട്ടോ ആ ഫസല് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ച ഏതെല്ലാം സൃഷ്ടികളുണ്ട്, ഏതെല്ലാം മൻബാണ്ട്, ജമാദാത്തുണ്ട്, നബാത്താത്തുണ്ട്, പിന്നെ ഹൈവാനാത്തുണ്ട്. അതിൽ തന്നെ വിവിധങ്ങളായ അൻവാഴകളും അഫ്രാദുകളുണ്ട്. ഹൈവാനാത്തിൽ തന്നെ 4 കാലുള്ളതുണ്ട്, 2 കാലുള്ളതുണ്ട്, പറക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, എഴയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ചെറുതും വലുതുമായ ഹൈവാനാത്തുണ്ട്. അങ്ങനെ പോവും. മൊത്തം എണ്ണുന്നു. ജമാദാത്ത്, നബാത്താത്ത്, ഹൈവാനാത്ത്, ഇൻസാന്, ഇനിയോ മലായിക്കത്ത്, ജിന്ന്, മറ്റർവാഹ്, ഈ പടപ്പുകളെ കൂട്ടത്തിൽ നിന്നെല്ലാം ഖൈറു ഖൽഖില്ലാഹി. പിന്നെ അതിൻ്റെ അപ്പുറം പറയാൻ വാക്കുകളില്ല. ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. അത് നബവിയായ വാക്കാന്നാ പറയുന്നത്. അവിടെ ജിൻസ് ഉണ്ടാക്കി വെച്ച് അന്നഹു ബശറുൻ. എന്നെ ബാക്കി എന്താ ചേർക്കാൻ പറ്റിയ ഫസൽ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. എന്താ കിട്ടിയിട്ടില്ലേ? കിട്ടുന്നില്ല നബിയെ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്നങ്ങോട്ട് പറഞ്ഞോളി.
അതാണ് മൗലായിനെ കുറിച്ചത്. അല ഹബീബിക്ക, ഹബീബ് ഏതാന്ന് റിസാലത്തിന്റെ മോളിൽ പറയപ്പെടുന്ന പദവിയാണ് ഏത്? ഹബീബുള്ള. അല ഹബീബിക്ക ഖൈറുൽ ഖൽഖി കുല്ലിഹിമീൻ ഈ നബവിയ കലിമത്ത് എടുത്തു വെച്ച്. അപ്പോൾ മൗലായയിൽ ഒരുപാട് മറാത്തിബ് കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ ചെല്ലണമെന്ന് പറയാൻ കാരണം അതാ ഫായിദത കുല്ലം മിനൽ ഖലായിഖി ഫഹമു മാ ഊദിഅ മിന സിർരി ഫീഹി വലഉ തലാഹലത്തിൽ ഫഹൂമു ഫകുല്ലുൻ അജ്സുഹു യക്ഫീഹി. കയ്യൂല എന്ന് പറഞ്ഞിട്ട് മതിയാക്കലല്ലാതെ വേറെ പരിപാടിയില്ല. തോറ്റുമടങ്ങുക. അപ്പോൾ ലത്തീഫുൽ മാനി മനസ്സിലായില്ലേ? ഇനി മറ്റൊരു സിഫത്താണ് ലയ്യിനുൽ ഖൽബി. ഖൽബ് ലയ്യിനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പദമുള്ളവരാണ്. റഹ്മത്തുൻ എന്നാണ്. അങ്ങനെ പോകുമ്പം ലയ്യിനുൽ ഖൽബിന്റെ അത്ഫാവും. അന്നേരം മുമ്പത്തെ കാഫി വെക്കൂല. ഇസ്മതൻ വസ്മതൻ റഹ്മതൻ എന്ന് പറയുമ്പോൾ അപ്പൊ ആ റഹ്മത്തിനാൽ എന്നാലേ ആളെ ഇറാബക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ റഹ്മത്തുൻ എന്നും പറയാം. റഹ്മത്തുൻ റഊഫുർ റഹീം തങ്ങൾക്ക് പേരുണ്ടല്ലോ. അന്നേരം എന്താകും? ഇറാബക്കുന്നില്ല. ജാബിർ കണ്ട ഇസ്മത്തൻ വസ്മത്തൻ റഹ്മത്തൻ എന്ന് പറയാൻ എല്ലാം നസുബോണ്ടല്ലേ. അപ്പൊ റഹ്മത്തൻ റഹ്മത്തിനാലി ഏതാണ് സൂചന? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നമ്മളെ ഇതിൽ വരും തൻവീറിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടാണ് തങ്ങളെന്താക്കിയത്? അവരോട് ലയ്യനായി പെരുമാറിയത് എന്ന് പറഞ്ഞു. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. അപ്പം ഇവിടെ ആയത്ത് നോക്കുന്നുണ്ടല്ലോ, ലയ്യിനുൽ ഖൽബി റഹ്മത്തൻ, റഹ്മത്തിനാൽ. അപ്പൊ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലയ്യിനുൽ ഖൽബദ ലിൻത ലഹും. മനസ്സിലായല്ല? ഇനി റഊഫാണ് തങ്ങള്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വസൂലൻ, അങ്ങേയറ്റം ബന്ധം പുലർത്തുന്നവരാണ്. ഫഊല് വസ്നി വസലാന്റെ ഫഊല് വസ്നാണ്. അപ്പൊ ഇത് വസ്ഫ് പറഞ്ഞു. ഒന്ന് അഫീഫുൽ മഗാനി നദീഫുൽ അവാനി ലരീഫുൻ കഫാനി ലത്തീഫുൽ മആനി ലയ്യിനുൽ ഖൽബി റഹ്മതൻ റഊഫുൻ ബികുല്ലിൽ മുഅ്മിനീന വസൂലൻ. 6 വസ്ഫുകളാണ് തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലായല്ലോ? ഇനി هو ابن الفدا مسدين يا ذا منجير الندى منير الجودى مروي صدى عسل الندى شفيع غدا غيثا غدا نعما مسندا لسان الهدى بدر بدا فائض الندى مبيد العيدا وقيل ردا ومزيل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. അല്ല, ലിസാനൂന്ന് റഫ്കൊണ്ടാണ് റിവായത്തുള്ളത്. ഒന്നെങ്കിൽ ഹുവാന സങ്കല്പിക്കണം. ബൈത്ത് മാത്രം നോക്കിയാൽ ഹുവാന സങ്കല്പിക്കണം. റഫ് കൊടുക്കലാന്നല്ല നല്ലത്. ഇനിയോ തഹ്മീസും കൂടെ കൂട്ടിയാൽ അഫീഫു നദീഫു ദരീഫു ലത്തീഫു എന്ന് തുടങ്ങിയിട്ട് എല്ലാം റഫ് കൊണ്ടാണ്. അപ്പൊ ലിസാനു 2 വജയിൽ കൂടിയും ലിസാനു റഫ കൊടുക്കലാന്നല്ല അവിടെ നിസ്ബ ഉള്ളത്. അപ്പം ഒന്ന് വളച്ചു കൊടുത്താൽ മതിയല്ല. ഇപ്പം ആ കരിമാത്ത് കൊണ്ട് മൂപ്പർ ഇങ്ങനെ അതിൻ്റെ കോർത്ത് ചെയ്യുന്ന കോർബന്ധം എന്ന് ഇതിനായിട്ട് അള്ളാഹു താല ആ പടക്കൽ നല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ചിന്തിച്ചാണ്ടാവില്ല. അത് നന്നാക്കിയാൽ മതി. നോക്കാം. ഹുവബിനുൽ ഫിദ, ഫിദാഇന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കണമെന്ന് അല്ലാഹു തആല വഹി കൊണ്ട് അറിയിച്ചു. അതെന്താക്കി? അർക്കലോട് ഉദ്ദേശമില്ല എന്നിട്ട് 2 ആട്ടിനെ അറച്ചിട്ട് ഫിദ കുടിച്ചു.
പിന്നെ അബ്ദുല്ലാഹിനെ അറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലക്കുള്ള ഉപ്പയല്ലേ അബ്ദുല്ലാഹി. അബ്ദുൽ മുത്തലിബ് ഒരുങ്ങിയപ്പോൾ അവിടെ എന്താക്കി 100 ഒട്ടങ്ങൾ കൊടുത്തിട്ട് ഫിദാ ചെയ്തു. അതൊക്കെ നമ്മൾ കണ്ണൂർ ക്ലാസ്സിൽ നോക്കിയല്ല. അപ്പോൾ 2 തറഫിൽ കൂടി നോക്കിയാൽ ഫിദാന്റെ മോന്, അതായത് ഫിദാ ചെയ്യപ്പെട്ട 2 പിതാക്കന്മാരുടെ മകൻ. മുസ്ദിൻ യദൻ, യദ് എന്ന് പറഞ്ഞ സാധാരണ വാക്കിന്റെ അർത്ഥം കയ്യെന്നാണ്. ഔദാരം ചെയ്യുന്ന അങ്ങേതാണ് കയ്യല്ലേ, അപ്പൊ അവിടെ മജാസാണ്. ഔദാര്യത്തിന് ധാരാളമായി കൊടുക്കുന്നതാണ്. അസ്ദ മുൻജിഹുന്നിത, വിളിക്കുന്നവർക്ക് എന്താക്കും ദുആ വിളിക്കുന്ന ഉത്തരം ചെയ്യുന്നവർ നിദ. അത് കഴിഞ്ഞില്ലേ. മൊനീനുൽ ജുദാ എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവര്. മുർവി സദാ എന്ന് പറഞ്ഞാൽ ദാഹത്തിന് വെള്ളം കൊടുക്കുന്നവര്, ദാഹിക്കുന്നവരെ സംഭിക്കുന്ന. അസലുന്നദ, അസല് എന്ന് പറഞ്ഞാൽ തേന് എന്നാണ് ലഫ്ദിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം ഭിന്നത ബിഫത്തിഹിൻ നൂനി വഹുവൽ അസലു, തേനിനാണ് എന്ത് പറയല് അസലി. പക്ഷെ അൻസല മിനസ്സമാല ബഅദുൽ അഷ്ജാരി കസ്സൽജി വഹുവൽ മന്നുല്ലദി അൻസലല്ലാഹു അലാ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിന് അനുഗ്രഹമായിട്ട് അള്ളാഹു താല മണ്ണ് എന്നോട്ട് മണ്ണ് സൽവർഗി കൊടുത്തില്ലേ, ആ മണ്ണിലേക്ക് തസ്ബീഹാക്കിയിട്ടാണ് തങ്ങളെ അള്ളാഹു താല അസല് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, മഴ അസല് തേന്. അതെ. പിന്നെ ഷഫീഉൻ ഗദൻ, നാളെ ഷഫാഅത്ത് ചെയ്യുന്നവരാണ്. ഇനിയോ ഗദാ ഗൈസൻ, അപ്പം ഗദൻ എന്നുള്ളത് നാളെ എന്നുള്ളത് ഇസ്മ് വെറുപ്പ്, രണ്ടാമത്തെ ഗദ എന്നുള്ളത് മാദിയാ ഫീല്, അവിടെ തന്മീനുണ്ടാവൂല. ഗദാ ഗൈസൻ, തങ്ങൾ ഗൈസായിട്ടുമുണ്ട്. അപ്പൊ ഒന്ന് ഗദൻ, മറ്റൊന്ന് ഗദ. അതല്ല മുജാനസത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു കലിമത്തന്നെ തിരിച്ചുമറിച്ച് ഇസ്മാകുക ഫീലാകുക. നിഅമ മുസനദ, മുസനദ എന്ന് വെച്ചാൽ നമുക്ക് ആ കാരണം കൊള്ളാൻ പറ്റിയ ഇസ്നാദിന് പറ്റിയ ഏറ്റവും നല്ലവര്. ലിസാനുൽ ഹുദാ, ഹിദായത്തിന്റെ വെളിവാക്കി കൊടുക്കുന്ന നാവാണ്. ബദറുൻ ബദാ, പ്രത്യക്ഷമായ ബദറാണ്. ഫാഇലുൻ നദാ, അവിടെയും ഔദാര്യത്തിന്റെ ഒഴുക്കം കണ്ടാ. മുബീദുൽ ഇദാ, ശത്രുക്കളെ ഹലാക്കാക്കുന്നവരാണ്. വാഖിർ റദാ, വഖാ എന്ന് പറഞ്ഞാൽ 2 മഫ്ഊൽ വേണം. അതാ സുമ്മസ്സലാത്തു അലാ വാഖിൽ അനാമി റദാ, അനാമിയാണ് 1-ാം മഫ്ഊൽ, റദാ 2-ാം മഫ്ഊൽ. അച്ചടിച്ച കിതാബിൽ വാഫീന ഉള്ളത് പൂർത്തിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കാല മുസീബത്തും നമുക്ക് വിളിച്ചിടുന്നു. അതങ്ങനെ ചെല്ലുന്ന ആളുണ്ട്. പണ്ടും പണ്ടേ അങ്ങനെ ചെല്ലിന്ന പറയും. വാഖി, വഖാ യഖീന്റെ ഇസ്മു ഫായിലി. വാഖിൽ അനാമി റദ, റദ എന്ന് പറഞ്ഞാൽ അപകടങ്ങളെ കാക്കുന്നവര്, അതന്നെ വാഖിർ റദ. മുസീലു, വാക്കിന്റെ മുളത്തപ്പാണ് മുസീലു, നീക്കുന്നവരുമാണ്. അപ്പൊ എത്ര വസ്ഫ. വബിനുൽ ഫിദാ മുസ്ദിൻ യദൻ മുൻജിഹുൻ നിദാ മുനീലുൽ ജുദാ മുർബി സദാ അസലുൻ നദാ ഷഫീഉൻ ഗദാ ഗൈസൻ ഗദാ നിഅമ മുസ്നദാ ലിസാനുൽ ഹുദാ ബദറുൻ ബദാ ഫായിലുൻ നിദാ മുബീദുൽ നിദാ വാഖിർ റദാ. എന്താണ് ഇമാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലില്ലാഹി ദർറുൽ ഖായിൽ എന്ന് പറഞ്ഞ മാതിരി അല്ല അങ്ങ് നാവ് തുറന്നിട്ട് പാടടാന്ന് പറയുന്നത് മനുഷ്യന്റെ കയ്യിൽപ്പെട്ടൊന്നുമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അങ്ങ് പാടുന്നാണ്. മനസ്സിലായില്ലേ? നീ 2-3 മതി വേഗം തീർത്തേക്കാം. وعن عنقي يرفع في الفرائض عهدتي وكل لدى صدمي نوائبي عدتي لقاؤك قصدي يا شافعي وعمدتي وكم لي بيوم الحشر عندك سول صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية. فيا غوثي
എൻ്റെ ഗൗസായവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാകാം ഊഹലിൽ അയച്ചു തരണം. ആരെ തൊട്ട്? അന്നിയ, എന്നെ തൊട്ട്. അഷ്കാൽ എന്നാണ്. അപ്പം എന്താക്കുന്നു? അഷ്കാൽ എന്നുള്ളത് ഷക്കില് ബുദ്ധിമുട്ടാക്കുന്ന മുഷ്കിൽ എന്ന് പറയില്ലേ? ഒക്കെ തട്ടി എൻ്റെ കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളെ എന്താക്കണം? ഒക്കതത്തം ബില്ലിസാനി, അവിടെ ലിസാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റേ മൊത്തത്തിൽ തൻഹല്ലു ബിഹിൽ ഒക്കതുകൊണ്ടല്ല, ഏടി കെട്ടിക്കുടുങ്ങി അതല്ല. അപ്പം അതാണ് ഒക്കതത്തെ ആമാന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒക്കതത്താകുന്ന ബുദ്ധിമുട്ടുകളെ എന്നെ തൊട്ടെന്താക്ക് കഴിച്ചുവോ. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ ഹുലുൽ അന്നി അഷ്കാല എന്ന് വായിക്കണം. അഷ്കാലിൻ്റെ 10 എടുത്തിട്ട് എന്താക്കുക? യാക്ക് കൊടുക്കണം. അപ്പോൾ അലിഫ് കഥേൻ്റെ അംശമാണെങ്കിലും അത് ബൈത്തിൻ്റെ വേണ്ടി എന്താക്കി? യാക്ക് ആയിലേക്ക് നീക്കി. വഅന്നുനുഖി, എൻ്റെ ചുമലിനെ തൊട്ട്, എൻ്റെ പെരടിയെ തൊട്ട് ഈ റുഫാൾ ഉയർത്തണം. ഫിൽ ഫറാഇൽ, എൻ്റെ ഫർമാക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളില്ല. ഉഹദത്തി, എൻ്റെ എൻ്റെ കർത്തവ്യം. അപ്പം ഫർമാക്കപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്തത്തിൽ എൻ്റെ കുറേ പോരായ്മ വന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പെരടിയിൽ നിന്ന് ഒഴിവാക്കി തരണം. ഒന്നും വേണ്ട പോലെ ആയിട്ടില്ല. വകുല്ലി, എനിക്ക് തങ്ങളാവണം. ലദാ സദമിൻ നവാഇബി, കാലവിപത്തുകൾ എന്നെ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ ഉദ്ദത്തി. വകുല്ലി ഉദ്ദത്തി എന്നാണ്. ഉല്ലി ഉദ്ദത്തി വകുൻ ഉദ്ദത്തി ലീൻ വരും. ഖബർ മുഖദ്ദം. എപ്പോൾ? ലദാ സദമിൻ നവാഇബി, കാല മുസീബത്തുകൾ എന്നെ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ എനിക്ക് ഉദ്ദത്താകണം. ഒരു കരുതി വെക്കുന്ന സമ്പത്തിനല്ല ഉദ്ദത്ത്. ഉദ്ദത്തു സാലിഖി, ഉദ്ദത്തു നാസിഖി എന്ന് പറയും. അജ്ജിന് പോകുന്ന ആളെ ഒരു കൈപുസ്തകം. ലിഖാഉക ഖസ്ദി, തങ്ങളുടെ ലിഖാഉ ആണ് എൻ്റെ ലക്ഷ്യം. യാ ഷഫീഇ വ ഉംദതി, എൻ്റെ ഷഫീയും ഉംദത്തുമായവരെ. എന്നിട്ട് വകംലി, എനിക്ക് എത്രയോ ഉണ്ട്. ബിയൗമിൽ ഹശ്രി, ഖിയാമത്ത് നാളുടെ ദിവസത്തിൽ. ഇൻദക സൂലു, എനിക്ക് കുറേ ചോദിച്ചു വാങ്ങാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. സുആലിൻ്റെ അതെ മറ്റേ ഇതിലില്ലേ ജലാലിയില് അന്തും എന്നുണ്ടാകും. അന്തും റജാഇ വസുഇലി വല്ലാഹു ഖാദി മസ്ഊൽ. അവിടെ മസ്ഊൽ എന്നാണ് അസലി. മസ്ഊലി അമ്മ ബൈത്തിനുണ്ടായത് കംസൻ തഖ്ഫീഫാക്കിട്ട് മസ്ഊലി. വല്ലാഹു ഖാദി മസ്ഊലി നബുത്തും മനാബർ റസൂലി, റസൂലിന്റെ പകരം നിൽക്കുന്നവരാണ് നിങ്ങൾ. പിന്നെ എല്ലാം അന്തും റജാഇ വസൂലി വല്ലാഹു ഖാദി മസ്ഊലി നബുത്തും മനാബർ റസൂലി യാസിനാദിൽ മുഅ്ജിസാതി. മുഅ്ജിസാത്തുടയ യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ നടത്താൻ തങ്ങൾ പകരം നിർത്തിയ ആളാണ്. തമ്മിനോട് ഖിതാബാണ്. അപ്പൊ സൂല് മനസ്സിലായില്ലേ? അപ്പൊ ഖിയാമത്ത് നാളില് തങ്ങൾക്ക് എന്നോട് എനിക്ക് എന്തെല്ലാം ചോദിക്കാൻ കാര്യമുണ്ടെന്നറിയോ? വകംലി, എനിക്ക് എത്ര ഉണ്ട്, കുറെ പറയാനുണ്ടെന്ന്. ഇനി وكلمك المولى وتسمع صوته وأوحى لك القرآن تأمن فوته فكل رسول بالمزايا سموته يبيغ الأفاعي حين قرب موته شفيت بريق ما عراه يهول صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وكلمك المولى മൗലയായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? എത്തരത്തിൽ വതസ്മഉ സൗതഹു, ആ കലാമിന്റെ സൗത്തിനെ തങ്ങൾ കേൾക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതേതാ കലാമ്?
ഖദീമായ കലാമാണ്. അപ്പൊ നഫ്സിയായ കലാമാണ്. അപ്പൊ നഫ്സിയായ കലാമിന് എന്തുണ്ടാവൂല? ഹർഫും ഉണ്ടാവൂല, സൗത്തും ഉണ്ടാവൂല. അപ്പൊ ഇവിടെ ഒരു മുതശാബിഹായ മാന വന്നിട്ടുണ്ട്. അല്ല കല്ലമക്ക തസ്മഉ സൗതഹു. അപ്പൊ ചുരുക്കത്തില് അത് ഇദ്റാക്കും ഫഹമും ചെയ്തു എന്ന് തഹ്വീൽ കൊടുത്ത പ്രശ്നം തീർന്നു. അതല്ല മൂസാ നബി കേട്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നം വരുന്നത് കേക്കൽ എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം വന്നത്. അവിടെ എന്താക്ക് ഇദ്റാക്ക്. അത് മൂപ്പർക്ക് അതിന്റെ അർത്ഥവും മാനയും എല്ലാം മനസ്സിലായി ഉൾക്കൊണ്ടു എന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ എന്തില്ല, ഈ കേസ് വരില്ല. അല്ലെങ്കിൽ കേട്ട് എന്ന് പറയുമ്പോൾ ചെവി വരുവാടെ. അപ്പൊ ചെവി വേണമെങ്കിൽ അർത്ഥവും സൗത്തും വേണം, എല്ലാം കുടുംബമാലില്ലേ. അപ്പൊ കേട്ടു എന്ന് പറയും ഇദ്റാക്കി എന്നിട്ട് ഇബാറത്തിടുവോ? ആ ചോറ്റിന്റെ മണം കേട്ടാൽ തന്നെ വയ്ക്കണോ തോന്നുന്നു. ഇപ്പൊ മണം ഉണ്ടോ കേക്കല് എവിടെങ്കിലും? അതായത് ഒരു ഹിസ് മറ്റേ ഹിസ്സിലേക്ക് മാറ്റി പറയലുണ്ട്. കല്ലമക്കൽ മൗല, മൗലയായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് സംസാരിച്ച് വതസ്മഉ സൗതഹു, അതിനെ ഇദ്റാക്കും ചെയ്യുന്നു. തങ്ങൾ നല്ല സമാഅോടുകൂടി ഇദ്റാക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം പ്രശ്നം തീർന്നു. വൗഹാലക്കൽ ഖുർആന, ഖുർആനിനെ അല്ലാഹു തആല തങ്ങൾക്ക് വഹയി അറിയിച്ചു. ഏതാ ഖുർആനെ? തഅ്മനു ഫൗതഹു, അത് ഖിയാമത്ത് നാൾ വരെ നഷ്ടപ്പെടുന്നതിന് തൊട്ട് അന്നം ഒരിക്കലും മൻസൂഖാവൂല. എപ്പോഴേ ഖിയാമത്ത് നാൾ വരെയും അതിന്റെ അപ്പുറം തുടർന്ന് നിൽക്കുന്ന മുഅ്ജിസത്താണ്. ഏത് മുർദിലില്ലേ? ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫ് ബിൽ ഖിദമി ലം തഖ്തലിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി മഅൻ നാദിൻ മഅൻ ഇറമി ദാമത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീന ഇദ് ജാഅത് വലം തദുമി. അങ്ങടാ ദാമത്ത് ലദൈന, എല്ലാ മുഅ്ജിസത്തും മേലേക്കിടയിലുള്ളതാണ്. മറ്റുള്ള മുഅ്ജിസത്ത് തന്നെ, പക്ഷെ ഏറ്റവും മേലേക്കിടയിലുള്ളത് മത്. പണ്ട് കയ്യിൽ നിന്ന് വെള്ളം വന്നതൊക്കെ അനുഭവിച്ചവർക്ക് കഴിഞ്ഞു, ഇനി അഖ്ബാറായിട്ട് ബാക്കി. അപ്പം തങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ. തെളിവെന്താ? അൽ ഖുർആനുള്ളത്. ദാമത്ത് ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീൻ, നബിമാരെ വക്കൽ നിന്നുണ്ടായ എല്ലാ ഇത് ജാഅത്, അത് വന്നു. വലം തദുമി, ദായിമയായി നിന്നില്ല. അനബറം മുഹക്കമാതും ഫമാ യുബ്ഖീന മിൻ ശുബഹിൻ ലിദി ശിഖാഖിൻ വലാ യബ്ഗീന മിൻ ഹകമി മഹൂദിബത് ഖതു ഇല്ലാ ആദ മിൻ ഹറബിൻ അഅദൽ അആദി ഇലൈഹാ മുൽഖിയസ് സലമി ردت بلاغتها دعوى معارضها رد الغيور يد الجاني عن الحرم لها معان كموج البحر في مدد وفوق جوهره في الحسن والقيم فما تعد ولا تحصى عجائبها ولا تصام على الإكثار بالسأم قرت بها عين قارها فقلت له لقد ظفرت بحبل الله فاعتصمي إن تقلها خيفة من حد نار لظى أطفأت غر الله من بردها الشبم حول تبيض الوجوه به من العصاة وقد جاءوه كالهمم وكالصراط وكالميزان معدلة والقسط من غيرها في الناس لم يقم بل لحسود ظاهر ينكرها تجاهلا وهو عين الحاذق الفهم قد تنكر العين ضوء الشمس من رمد وينكر الفم طعم الماء من سقم. അവിടെ പറയുന്നത് എൻ്റെ പുറം ഇസ്രാ മിറാജല്ലേ പറയും. യാ ഖൈറ മൻ യമ്മമ, അതാ എടുക്കട്ടെ. അത് നഷ്ടപ്പെട്ടു പോകും, അത് കാലകരണപ്പെട്ടു പോകും എന്നതിനെ തൊട്ട് അന്നാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ ഫകുല്ലു റസൂലിൻ, എല്ലാ റസൂലും സമൗതഹു, തങ്ങൾ അവരെ മറികടന്നിട്ടുണ്ട്. സമായസുമ മേലെ കയറുക,
ബിൽ മസായ, ഒരുപാട് മസിയത്തുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് കാര്യത്തിന് മസിയത്ത് എന്ന് പറയും. അതുകൊണ്ട് സമൗത്തഹു, ഉന്നതിയിലായിട്ടുണ്ട്. അപ്പൊ ഉന്നതമയത്തെ കുല്ലു റസൂലിലേക്ക്. ഇനി ഒരു മോചിതത്ത പറയുന്നത് ലദീഖുൽ അഫാഇ, പാമ്പ് കടിയേറ്റ വ്യക്തി. അത് മുബ്തദയാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെയും പല സംഭവങ്ങളുണ്ട്. ഹീന കാറബ മൗത്തഹു, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വക്കത്തെത്തി, എന്നുവെച്ചാൽ അത്രയും വിഷം കയറിയ സമയം. ഷഫൈത്ത, അതിന്റെ ഖബറാണ്, തങ്ങൾ ഷിഫിയാക്കി. മാ അറാഹു, അദ്ദേഹത്തിന് ഏറ്റ ഒരു വിഷമം. എന്തുകൊണ്ടാണ് മാറ്റിയത്? ബിരീഖിൻ, തങ്ങളെ തുപ്പുനീര് കൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂലു എന്ന് പറഞ്ഞാൽ ഹാല യഹൂലു മുതഅദ്ദിയൻ. ഹാലനി എന്നെ പേടിപ്പിച്ച കാര്യം അഹ്വാലി, ഹൗലി അഹ്വാലി. അപ്പൊ ഹാല എന്ന് പറഞ്ഞ മുതഅദ്ദിയ ഫേലുണ്ട്, പേടിച്ച്. അപ്പോൾ യഹൂലു എന്നുള്ളത് ഹാലാണ്. ആർക്ക്? ഈ പാമ്പ് കടിയേറ്റ മനുഷ്യൻ യഹൂലു, ആകെ ബേജാറിലായിട്ട് പേടിച്ച് ഇപ്പം മരിച്ചു പോകുന്നുള്ള പേടിയായ ഹാലില് അദ്ദേഹത്തിനെ ബാധിച്ച പ്രശ്നങ്ങൾ എന്താക്കി? തൊപ്പ് നീര് കൊണ്ട് ശിഫയാക്കി കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. വശറഫ വകറമ വമജ്ജദ വഅല്ലം. അപ്പൊ തർക്കീബ് മനസ്സിലായില്ലേ? ലദീഖുൽ അഫാഇ ഹീന ഖാറബ മൗതഹു ശഫൈത, തങ്ങൾ ശിഫയാക്കി. ബിരീഖിൻ, തൊപ്പ് നീര് കൊണ്ട് ശിഫയാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചുകൊണ്ടതല്ലേ. മാ അറാഹു, അദ്ദേഹത്തിന്റെ പിടികൂടിയ ഒന്ന്. യഹൂലു എന്ന് പറഞ്ഞാൽ ആ പിടികൂടിയ ആളതാണ് ഹാലുൻ മിനൽ മൽദൂഖ്. ആ ലദീഖിന്റെ മൽദൂഖ് ഉണ്ടല്ലോ, കടിയേറ്റ ആളെ, അദ്ദേഹത്തിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹാലിലി തങ്ങളങ്ങോട്ട് ശിഫയാക്കി കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു മറ്റത്ത് പറയാൻ പോകുന്നതാണ്. وتسمع من موتى ومن أهل جنة أتت بصبي أمه قصد جنة لمست بكف صدر ملموم جنة ففارقه الشيطان وهو قتيل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. തറാബിൽ ഖഫ എന്ന് പറഞ്ഞാൽ പിൻഭാഗം കൊണ്ട് കാണും. ഇത് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാഫിൽ വറാന്ന് അലിഫ വേണ്ടി അത് ജാഗല്ല. വറാന്ന് അയാളിട്ടാൽ എന്താകും? പടപ്പുകളായി പോയി. അവിടെ ഇട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ അലിഫ് അവിടെ അലിഫാക്കീനാ ജാഗ്, അത് അലിഫാണ്. വറാ നസലുണ്ടാവും. മാഫിൽ വറ, വറാ അമാമ് വറാ പിന്നിലില്ലേ, പിന്നിലുള്ള ഒന്നെന്താക്കും? പിൻഭാഗം കൊണ്ട് കാണുമെന്ന്. കമായറാമൻ അമാമഹു തലായിലുണ്ടല്ലോ. അതുപോലെ ദുജുന്നത്തിൻ, ഇരുട്ടിലുള്ളതും കാണും. വതസ്മഉ മിൻ മൗത, മരിച്ചുപോയവരുടെ വക്കൽ നിന്ന് തങ്ങൾ കേൾക്കും. വമിൻ അഹ്ലി ജന്നത്തിൻ, സ്വർഗവാസികളുടെ വക്കൽ നിന്നും കേൾക്കും. അതത്ത് ബി സബിയൻ, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഉമ്മുഹു, ആ കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടുവന്ന് ഖസ്ദ ജുന്നത്തിൻ, ഒരു കാവൽ കിട്ടാൻ, അതായത് രോഗത്തിന് ശമനം കിട്ടലാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താക്കി? ദുജുന്നത്തിൻ ജന്നത്തിൻ ജുന്നത്തിൻ, അടുത്ത് ജിന്നത്ത് പറയും. ലമസ്ത ബി കഫിൻ, തങ്ങളെ കഫ് കൊണ്ട് തൊട്ട്. സദറ മൽമോമി ജിന്നത്തിൻ, ജിന്ന് ബാധിച്ച മൽമോം ആ ഒരാളെ നെഞ്ഞുമ തൊട്ട്. ഉടനെ ഫഫാറഖഹു ശൈത്താൻ, ശൈത്താൻ വിട്ടുപിരിഞ്ഞ്. വഹുവ ഖതീലു, ശൈത്താൻ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അവരുടെ മേജത്താണ് ആ സബിയന്. അതാ അതത് ബി സബിയൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് തുടങ്ങി വെച്ച് ഈ മത്തിനില്ലേ ലമസ്ത ബി കഫീൻ, അതിനോട് ഒപ്പിച്ചുകൊണ്ട് അത്തത്തെ അവിടെ കൂട്ടി കൊടുത്താണ്. عن ابن عباس عن سعيد بن جبير عن ابن عباس رضي الله عنهما أن امرأة جاءت بابن لها, ഒരു പെണ്ണുങ്ങള് കുട്ടിനെയും കൂട്ടിയിട്ട് വന്നു. എവിടത്തേക്ക്? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലത്ത്, പെണ്ണുങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ബിനി ജുനൂൻ,
എൻ്റെ മകന് ഭ്രാന്തുണ്ട് എന്നാ വന്നിട്ട് പറഞ്ഞത്. വഇന്നഹു ലയഖുദുഹു ഇൻദ അശാഇന വഗദാഇന. രാവിലെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അതുപോലെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് ഇത് ഇളകി വരാറുള്ളത്. എന്നിട്ടോ ഫയഖ്ബസു അലൈന, എന്നിട്ട് അതെല്ലാം കേടുവരുത്തും ഭക്ഷണമെല്ലാം. ഇതെന്താക്കി വന്ന് പരാതി പെട്ടപ്പോൾ മസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടകി സദ്റഹു, ആ കുഞ്ഞിൻ്റെ സദ്ർ തടകി, സുമ്മ ദഅലഹു, പിന്നെ ദുആ ചെയ്ത് ഫസഅസഅതൻ, ഉടനെ ഒരു ഓക്കാനം വയക്കൽ എന്ന് പറഞ്ഞില്ലേ എന്നിട്ടോ ഫഖറജ മിൻ ജൗഫിഹി മിസ്ലുൽ ജർഇൽ അസ്വദി, ഒരു കറുത്ത ഈ ചെറിയ മൃഗം കുഞ്ഞില്ലേ ചെറിയ ഒരു ജീവി അതുപോലത്തെ ഒരു സാധനം ഒളിന്ന് പുറത്തോട്ട് അത് ഓടി അങ്ങോട്ട് പോയി. അതാണ് അത് ഫഫാറഖഹു ശൈത്താൻ വഹുവ ഖതീലൂൻ, അതോടുകൂടി സൗകര്യം മാറി. ഇനിയൊന്ന് ദുആഹു ബി തർദി ശൈത്താനി മിൻ സദ്രി ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹു. അതാ പറയുന്നത് അൻ ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹു ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂഅ ഹിഫ്ളിൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാടമാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശിക്കായത്ത് പറഞ്ഞു. ഖുർആൻ പഠിക്കുന്നതോറും മറന്നു കാല സമ്മകൾ പറഞ്ഞു ദാലിക ശൈത്താനും, അതൊരു ശൈത്താന്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. യുക്കാനുലഹു ഖൻസബ് എന്നാണ് ശൈത്താന്റെ പേര്. അതുകൊണ്ട് ഉദുന മിന്നി യാ ഉസ്മാൻ, ഉസ്മാൻ നീ അടുത്തു വാ. സുമ്മ തഫല ഫീ ഫമീ, പിന്നെ എൻ്റെ വായിൽ തൊപ്പി, ഫവളഅ യദഹു അലാ സദ്രി, കൈ ഉണ്ടാക്കി നെഞ്ഞുമ വെച്ചിട്ട് ഫവജത്തു ബർദഹ ബൈന കത്തിബയ്യ, കൈവെക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ കുളിർമൽ ശരീരം മുഴുവനും അറിയുന്നുണ്ട്. ഫഖാല യാ ശൈത്താൻ ഉഖ്റുജ്, തങ്ങൾ പറഞ്ഞ വാക്കാണ് യാ ശൈത്താൻ ഉഖ്റുജ് മിൻ സദ്രി ഉസ്മാൻ, ഉസ്മാന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ. ഖാല ഉറു പറഞ്ഞു ഫമാ സമീഅതു ശൈഅൻ ബഅദ ദാലിക ഇല്ലാ ഹഫിൽതുഹു, പിന്നെ അതിന് ശേഷം എന്ത് കേട്ടാലും എനിക്ക് മനഃപ്പാടമാകാത്തൊരു കലിമത്തും ബാക്കിയില്ല. അപ്പോൾ എല്ലാം സാമ്പിളിങ്ങനെ പറയാം ഹദീസ്, ഇങ്ങനെ ഇതേടെയുള്ള പല്ലി പിടിക്കാനാ വേണ്ടി. പക്ഷേ ഏടെ അല്ലാഹു തആല ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഉടനെ മൂപ്പർക്കൊരു ഫാത്തിഹ ഓതും, അപ്പം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അതുണ്ടാവും. അല്ല വെറുതെ അല്ലല്ലോ വസീത്ത് പറഞ്ഞത് ഇത് തീർക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ല ഒന്നും വേണ്ടി ഒരു ബേക്കിൽ കാണുന്നത് മുമ്പ് നമ്മൾ പറയാം ഒതിയനി ദലായില് 439 നോക്കണം. അതാ ഒരു അധ്യായം തന്നെ അതാ. റുഅ്യതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൽഫി ലഹരിഹി, പിൻഭാഗത്തുള്ള കാര്യം എന്താക്കും തങ്ങൾ കാണും എന്നുള്ളതിനാണ് പറയുന്നത്. ഹദ്ദസന അലി ഇബ്നു ഹാറൂൻ എന്ന് തുടങ്ങിയിട്ട് അൻ സാബിത്തിൻ ഹമീദിൻ അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാമ ഇല സ്വലാത്തി, നമസ്കാരത്തിലേക്ക് നിന്നാൽ താല തങ്ങളും ഇസ്തവൂ വതറാസൂ എന്ന് പറയും. നേരെ നിൽക്ക്, സഫ് ശരിയാക്ക്, മുട്ട നിൽക്കുക. തറാസ എന്ന് പറഞ്ഞാൽ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കാതെ മുറുക്കുക, നമ്മൾ റാത്തീവിനെ നിർത്തും പോലെ. പക്ഷെ ഇന്ന് നിൽക്കൽ എന്താന്ന് 8 10 നിൽക്കാം, ഉന്തി തള്ളിക്കൊടുത്താൽ 8 നിൽക്കാം ഒരു സഫിൽ, ഇങ്ങനെ നിൽക്കാം. എന്തിനു ജമാഅത്ത് പോകുന്നു? ഫഇന്നി അറാക്കും ഖൽഫി കമാ അറാക്കും ബൈന യദയ്യ, എൻ്റെ കൺമുമ്പിലുള്ളത് കാണുന്നത് പോലെ ഞാൻ ബേക്കിലുള്ളതും കാണുന്നത്. ഇങ്ങനെ തെറ്റാക്കിയാൽ എനിക്ക് അറിയുന്നുണ്ടെന്നാണ്. ഇനി അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിന്നാസി ഹസിനൂ സുഫഫക്കും, നിങ്ങളുടെ സഫിനെ നിങ്ങൾ മെച്ചപ്പെടുത്തണം. ഫഇന്നി അറാക്കും ഖൽഫി കമാ അറാക്കും അമാമി, എൻ്റെ പിന്നിലുള്ളത് കാണും, ഏതുപോലെ തന്നെ മുമ്പിലുള്ളത് കാണുന്നത് പോലെ തന്നെ ഞാൻ എന്താക്കും പിൻഭാഗം കാണും. അപ്പോൾ 2 ഹദീസായി. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഅൻദുറു ഇലാ മാ വറാഇ, എൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ആ റിവായത്തിൽ വെക്കുന്നത് ഏത്? ഖറ ബിൽ കഫ മാ ഫിൽ വറാ, വറാ കമാ അൻദുറു ഇലാ മാ ബൈന യദയ്യ, എൻ്റെ മുമ്പിലുള്ളത് ഇപ്രകാരം കാണും, അതുപോലെ തന്നെ അവ അവ്യക്തത ഇല്ല എന്നർത്ഥം.
അതുകൊണ്ട് ഫാഖീമൂ സുഫൂഫക്കും സഫ് മെച്ചപ്പെടുത്തണം. അപ്പം ബേക്കിൽ എന്തെങ്കിലും കുൽമാൻ ഉണ്ടാക്കിയാലും നമുക്ക് മിരം കിട്ടും. ഇതിൻ്റെ അത് റഹിമക്കുമുല്ലാ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇമാമിൻ്റെ കൂടുതൽ പറഞ്ഞുവിടാം. ഇന്നാൾ ഹോജയായിട്ട് ഞാൻ വേദാമ്പരത്ത് വെക്കുമ്പോൾ ഒരു ഹോജ വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആടാ നമ്മ അയാളെ പുറത്താക്കിയിരുന്നു. ഇതിനിപ്പോൾ 5 നേരം പറയും സഫ് ശരിയാക്കുന്നു. എന്താ നമ്മത്തെ പൊട്ടം മാറ അങ്ങനത്തെ ആളെ നമുക്ക് വേണ്ട, അമ്മ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സഹാഭ്യർത്ഥനായിട്ട് നടക്കാൻ അല്ല നിങ്ങളാക്കി നമ്മുടെ ഗുണത്തിലായിട്ടുണ്ടെങ്കിൽ ഓർ ഇമാമിൻ്റെ കടമയല്ലേ ഇത്. മാത്രമല്ല ഇമാമ് കീഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കണമെന്നാണ്. മുന്തിയാളും വലിയാളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇക്കാമത്ത് കൊടുക്കാൻ കുറച്ച് വൈകൂ. അതുകൊണ്ടാണ് ജമാഅക്ക് സഫ് ശരിയാക്കണ്ട എന്ന് പറഞ്ഞൊരു കൗല് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാമ് കീഞ്ഞിട്ട് ശരിയാക്കി എന്താക്കും? ഖുതുബയുമായിട്ട് മുത്തിസാല് നഷ്ടപ്പെടും. അവിടെ വാക്കുകൊണ്ട് മതിയാക്കലാണ്. മനസ്സിലില്ല. ഖുതുബയും അതായത് ഖുതുബൻ്റെ അർക്കാനിനിടയിൽ എന്ത് വേണം? മുവാലാത്ത് വേണം. ഖുതുബയും രണ്ടാം ഖുതുബയും തമ്മിൽ മുവാലാത്ത് വേണം. രണ്ടാം ഖുതുബയും ഇഖാമത്തും തമ്മിൽ മുവാലാത്ത് വേണം. ഇഖാമത്തും കൈകെട്ടലും തമ്മിൽ മുവാലാത്ത് വേണം. ഇതെല്ലാം എന്താകും? മാറ്റി ഓതേണ്ടി വരും. അപ്പൊ ഇമാമ് കീഞ്ഞിട്ടെല്ലാം കൂടെ ഓരോ സഫും പരിശോധിക്കുമ്പോൾ കേൾക്കിട ജമാഅത്ത് ചെയ്യും. അതാണ് ഇത് ജമാഅക്ക് സഫ് ശരിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജമാഅക്ക് അലങ്കോലപ്പെട്ട് നിൽക്കാന്നല്ല അതിന്റെ മേന. അവിടെ ശരിയാക്കുകയും എന്ന 2 വാക്കും പറഞ്ഞിട്ട് മതിയാക്കില്ല. അതിനെ കൊണ്ട് വലിയ ഫസല് വരൂല. മറ്റുള്ളത് എന്താക്കണം? കീഞ്ഞിട്ട് ശരിയാക്കണം. പറയുന്നതിനോട് ഫസല് വരൂലല്ല. അതല്ലേ തങ്ങൾ കീഞ്ഞിട്ട് ബടി വെച്ചിട്ട് ശരിയാക്കുമെന്ന് പറഞ്ഞ. എന്നിട്ടല്ല നമ്മൾ ശരിയായപ്പം ബടിമ്മൽ വളവുണ്ടെങ്കിൽ അവിടുന്ന് പിടുത്തം കിട്ടുമെന്ന് പറഞ്ഞ് തിരിച്ച്. ഇന്ന് അതിലെല്ലാം പറ്റ പോക്കാം. ജമാഅത്തിന് നടക്കാന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലേ? തറാബിൽ ഖഫ മാഫിൽ വറ വദുജുന്നത്തിൻ. ജുന്നത്തെ ഇരുട്ടത്തുള്ളതും കാണും. തസ്മ കേൾക്കുകയും ചെയ്യും. മിൻ മൗത വമിൻ അഹ്ലി ജന്നത്തിൻ. സ്വർഗാവകാശികളുടെ വക്കൽ നിന്നും. അതത് ബി സബിയ്യിൻ ഉമ്മുഹു ഖസ്ദ ജുന്നത്തിൻ. ജന്നത്ത് ജിന്നത്ത് ജുന്നത്ത് 3 ജന്നത്ത് തോട്ടം സ്വർഗം എന്ന. ജുന്നത്ത് അസ്തൗമു ജുന്നത്തുൻ ഒരു പരിച. അപ്പോൾ ഈ കുഞ്ഞിക്ക് ബാധിച്ച ജിന്ന് ശൈത്താന്മാർ ഒത്തിട്ടുള്ള ഒരു പരിചക്ക്. അപ്പൊ ലമസ്ത ബികഫിൻ സദ്റ മൽമൂമി ജിന്നത്തിൻ. ജിന്ന് ബാധിച്ച ഒരു മനുഷ്യന്റെ സദ്റ് തൊട്ടപ്പോൾ ശൈത്താൻ അങ്ങോട്ട് ഓടി ബഹുവ ഖതീലു. ശൈത്താൻ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് എന്ന്. ഇനി ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. فلولاك كان الكائنات عادمة لطائف مولى العرش تغشاك دمة صلاة وتسليما عليك يضيء صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية فضائلك العليا. തങ്ങളുടെ ഉന്നതമായ ഏറ്റവും ഉന്നതമായ ഫളായിൽ. അഹിലാന്റെ മുഅന്നസ് ഏതാണ്? ഉൽജ. അതിനെ ജമാഅക്ക് ഉല. വസ്സമാവാത്തിൽ ഉല. അപ്പൊ ഫളായിലിന്റെ സിഫത്താണ് ഉൽജ. അത് മുബ്തദ. ഉദീമത് അത് ദായിമിയാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഖദീമത്തൻ അത് തന്നെ ഖദീമായ സ്ഥിതിയിൽ. അപ്പൊ ഇന്ന് തുടങ്ങിയതല്ല,
അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്തിലൂടെയും ഇൻജീലിലൂടെയും എല്ലാം അമ്പിയാക്കളുടെ നാവിലൂടെയും അപ്പൊ ഖദീമെന്ന് ഇളാഫിയായ ഖദീമത്തായ സ്ഥിതിയിൽ അത് നിലനിന്ന് പോരുന്നുണ്ട്. അപ്പൊ അത് കുറ്റപ്പെടുത്തിയിട്ട് ബായ് കൊണ്ട് കിടത്തേക്കാന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ല വെറും വ്യാമാമ ഓറ പറച്ചിലുണ്ട് ഇതെല്ലാം കിടത്തിക്കളയാന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. ഞങ്ങളുടെ ദിക്റിനെ നമ്മളാ ബന്ധിച്ചു വെച്ചതെന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊന്ന് വവാലാക അംലാകു സമാഇ, ആകാശത്തിലുള്ള മലായിക്കത്തുകൾ തങ്ങളെന്താക്കി പിന്തുണച്ച് മുബാലാത്ത് ചെയ്ത് ഖദീമത്തൻ അവർ ഖാദിമ്യങ്ങളായി വന്നുകൊണ്ട് ബദറിലും ഇറക്കിയിട്ടില്ലേ മലായിക്കത്തിനെ. ഇനി ഫലൗലാക തങ്ങളില്ലെങ്കിൽ കാനൽ കായിനാത്തു അദീമത്തൻ, കായിനാത്ത് മുഴുവനും ഇല്ലായ്മ സാധനമാണ്, അതുമാണ്. ഇനി ലതായിഫ് മൗലൽ അർശി, അർശിന്റെ മൗലയായ അള്ളാഹുവിന്റെ ലതായിഫ്, ലതായിഫ് എന്ന് പറഞ്ഞാലോ അൽ ഹദിയ വൽ ബിർറു വൽ ഇഹ്സാൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹദിയ ബിർറ് ഇഹ്സാൻ മുതലായവ തഗ്ശാക തങ്ങളെ മൂടട്ടെ. ദീമത്തൻ, ശരിക്കും ദീമത്തിന്റെ അച്ഛൻ എന്താണ്? നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എന്നാണ്. ദീമത്തുൽ മിദ്റാർ, കഠിനമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പൊ അത് മഴയോട് ഉപമിച്ച് അതെ പെയ്തൊയ്യാത്ത മഴ, ആ ദീമത്തായ സ്ഥിതിയിൽ അത് തന്നെ സലാത്തും തസ്ലീമൻ. ആ ലതായിഫ് കൊണ്ട് ഉദ്ദേശിച്ചതാണ് സലാത്തും തസ്ലീമിനാണ് ഉദ്ദേശിക്കുന്നത്. അലൈക്ക തങ്ങളെ മേലിൽ. അപ്പൊ സലാത്തും തസ്ലീമാകുന്ന ലതായിഫുകൾ പെയ്യുന്ന മഴ പോലെ എന്താക്കട്ടെ, ചൊരിയട്ടെ. യുദീലു എന്ന് പറഞ്ഞാൽ അതാ ജുംലത്തുൻ ഹാലിയ. അദാല യുദീലു, അദാല യുദീലു എന്ന് പറഞ്ഞാൽ കൈമാറി കൈമാറി കൈമാറിയിട്ട് ഇങ്ങനെ പോക്കണ്ടല്ല. ഇപ്പൊ രാജഭരണത്തിന് ദൗലത്ത് എന്ന് പറയുന്നില്ലേ, ആദ്യൊരു കൂട്ടർ ഭരിക്കും, അവർ കഴിഞ്ഞൊഴിയും, മറ്റൊരു വരും, പിന്നൊന്ന് വരും, പിന്നൊന്ന് വരും, ഇങ്ങനെ കൈമാറില്ലല്ലേ. എന്നതുപോലെ ഒരു കൂട്ടത്തിനോടെ വരുമ്പോൾ അത് തീരുമ്പോഴേക്ക് പിന്നൊന്നു, തീരുമ്പോഴേക്ക് പിന്നൊന്നു, അതങ്ങനെ വരട്ടെ സലാത്ത്. അത് മനസ്സിലായില്ല? لطائف مولى العرش تغشاك ديمة صلاة وتسليما عليك يجدين صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. എത്രയുണ്ട് മീമ്?